പിറവി എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ പ്രാർത്ഥനാശംസകൾ. ഇന്ന് വ്യാഴാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവ്, 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഈശോ ഇന്നീ പ്രാർത്ഥനയുടെ കുരിശിൻ്റെ ഒരു ആശീർവാദം കിട്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈശോ ഞാനിപ്പോൾ പ്രധാനമായിട്ട് ഓർക്കുന്നത്. ഇന്നത്തെ യാത്രകളെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ ഓരോ സംസാരവും നീ ആരോടൊക്കെ നിന്ന് സംസാരിച്ചാലും അതെല്ലാം നിനക്ക് അനുകൂലമായി വരാൻ ഞാൻ ആശീർവദിക്കുന്നു. നീ രേഖകൾ ഒപ്പിടുമ്പോൾ കർത്താവിൻ്റെ ആശീർവാദം ഞാൻ നിനക്ക് നൽകുന്നു. നീ ഒരു പുസ്തകം വായിക്കുമ്പോൾ, നീ എഴുതുമ്പോൾ, നീ ഒരു രേഖ കൈമാറുന്നത് എല്ലാ പ്രക്രിയകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. നീ ഇന്ന് ആശുപത്രിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഡോക്ടർ നിൻ്റെ വിഷയങ്ങളെല്ലാം കേൾക്കുകയും കൃത്യമായ മരുന്ന് നിനക്ക് നിശ്ചയിച്ചു തരികയും
കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ നൽകുകയും നല്ല ഡയഗ്നോസിസ് നടക്കാൻ വേണ്ടി, ഷാർപ്പ് ഡയഗ്നോസിന് വേണ്ടി എല്ലാ രോഗികളെയും ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, നീ കഴിക്കുന്ന ഭക്ഷണം ഇന്ന് നീ ചിലപ്പോൾ പ്രാർത്ഥിക്കാതെ കഴിക്കാമായിരിക്കും, പെട്ടെന്ന് കഴിക്കുമായിരിക്കും, സാരമില്ല. എങ്കിലും നീ ഓർത്താലും ഓർത്തില്ലേലും നീ ഇന്ന് കഴിക്കാൻ പോകുന്ന മുഴുവൻ ഭക്ഷണപദാർത്ഥങ്ങളെ, നീ ഇന്ന് കുടിക്കാൻ പോകുന്ന മുഴുവൻ പാനീയങ്ങളെ, ശുദ്ധവെള്ളം ഉൾപ്പെടെ കർത്താവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ ഡ്രസ്സുകളെ ആശീർവദിക്കുന്നു. നീ ഇന്ന് കർത്താവ് തന്നെ നീ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ ഓർണമെൻറ്റ്സുകളും കർത്താവ് ആശീർവദിക്കട്ടെ. നീ എവിടെയെല്ലാം പോകുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഇതെല്ലാം സ്ഥലങ്ങളിലേക്ക് പോകുന്നു, ഏതെല്ലാം വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, ഇതെല്ലാം വാഹനങ്ങൾ പൊതുവായാലും സ്വന്തമായാലും എല്ലാം നീ ആരോഗ്യത്തോടെ സുരക്ഷിതമായി തിരിച്ചു വരുന്നവരെ എൻ്റെ യാത്രയെ ഞാൻ ആശീർവദിക്കുന്നു. നീ ഉത്കണ്ഠപ്പെടുന്ന വ്യക്തികൾ, സങ്കടപ്പെടുന്ന സാഹചര്യങ്ങൾ, അവർ തരുമോ ഇല്ലയോ എന്നുള്ള വിഷമങ്ങൾ, ജയിക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്കകൾ, പിന്നെ വിവാഹ ഒരുക്കത്തിന് വേണ്ടി പോണവർ, വിവാഹ സമ്മതത്തിന് വേണ്ടി പോണവർ, ജീവിത പങ്കാളെ കാണാൻ വേണ്ടി പോകുന്നവർ, എൻ്റെ കാഴ്ചകൾ, സംസാരങ്ങൾ എല്ലാം ആസ്വദിക്കുന്നു. പണത്തിന് വേണ്ടി പോകുന്നവർ, പണം വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ, ജോലി വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ, വീട് വെക്കാൻ പോകുന്നവർ, വാഹനം വാങ്ങിക്കാൻ പോകുന്നവർ, എന്തെല്ലാം സംരംഭങ്ങൾക്ക് വേണ്ടി ദൈവവൈതലെ നീ പോകുന്നുവോ, എൻ്റെ 40 വർഷത്തെ കൃപാന്റെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ നീ തിരിച്ച് സുരക്ഷിതനായി സുരക്ഷ വരുന്നവരെ കർത്താവ് നിന്നോട് കൂടെ. കേരളത്തെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും നമ്മുടെ സാമൂഹ്യ പൊതുബോധത്തെ ഇന്നോവേറ്റ് ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്ത ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു നടനായിരുന്നു ഈ ശ്രീനിവാസൻ എന്ന് പറയുന്നത്. അയാളുടെ വിശ്വാസം എന്ത് തന്നെയായാലും അയാളുടെ സമൂഹത്തിൻ്റെ ആശാസ്യമല്ലാത്ത ചില നിലപാടുകളെ അദ്ദേഹം വളരെ നർമ്മത്തിൽ പൊതിഞ്ഞ് അതിനെ മനുഷ്യോചിതമായി ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പൊതുവെ ഒരു വിലയിരുത്തൽ. ഇദ്ദേഹത്തെക്കുറിച്ച് ശാന്തിവിളയെന്നും പറഞ്ഞൊരു സിനിമാ പ്രവർത്തകൻ, എൻ്റെ ഓർമ്മ ശരിയാണെന്ന് അറിയത്തില്ല, ഞാൻ പണ്ടങ്ങ് കേട്ടതാണ്, ഒരു നോട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചത് ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. നോട്ടെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഈ ഇദ്ദേഹത്തിന് കുറേ പൈസ ഒരു നിർമ്മിതാവ് XY ആരോ കൊടുക്കാറുണ്ടായി. അപ്പോൾ ഒരു ഗുണ്ട ഇദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ 15 ലക്ഷം രൂപയാണ്, അത് ഞാൻ വാങ്ങിച്ചു തരാം. അത് പകുതി 50-50 ആണ്. അപ്പം എനിക്ക് കിട്ടാക്കിടന്ന കാശാണ്, അത് ഇത്തിരിങ്ങനെ കിട്ടിയ അത്രയും നല്ലതാണെന്ന് വിചാരിച്ചുകൊണ്ട് ഓക്കെ പറഞ്ഞു. എത്ര വിഷയമായാലും ലോകത്തിലെ മനുഷ്യർ അവരെന്ത് മൂല്യനിർണ്ണയങ്ങൾ നടത്തിയെന്ന് പറഞ്ഞാലും അവരുടേതായിട്ടുള്ള സ്വാഭാവികമായ സ്വകാര്യ വിഷയങ്ങൾ വരുമ്പോൾ അവർ ലോകത്തിൻ്റെ മെഷീനറി ഉപയോഗിക്കും. അതൊന്നും നമുക്ക് ആശാസ്യമല്ല, അതൊക്കെ ബ്രാക്കറ്റിൽ കിടക്കട്ടെ. പക്ഷേ ആ രീതി ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് എന്നിട്ട് നീ പൈസ വാങ്ങിച്ചോ, പകുതി എനിക്കും പകുതി നിനക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നീട് പൈസയെക്കുറിച്ചൊരു അറിവില്ല. വർഷങ്ങൾക്ക് ശേഷം ഈ ഗുണ്ടയെ കാണും. പറഞ്ഞ്, നീ ആ പൈസ വാങ്ങിച്ചില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, എൻ്റെ കാശ് ഞാൻ വാങ്ങിച്ചു. അതാണ് വിഷയം. ആ 50-50 പറഞ്ഞതിൻ്റെ 50 ഗുണ്ടായിസം കാണിച്ച പുള്ളി വാങ്ങിച്ചെടുത്ത്, മറ്റേ കാശ് അപ്പം കിട്ടിയിട്ടില്ല. ഇത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചുപോയി. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ ദൈവത്തോട് പലപ്പോഴും ഇടപെടുന്ന രീതി ഇതാണ്. ഈ രീതി ഇങ്ങനെയാണെന്നുള്ളത് ഈശോയ്ക്ക് നല്ലവണ്ണം അറിയാൻ വരും. അതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്? ആദ്യം ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യണം, അതിനുശേഷം ഇപ്പോൾ മനുഷ്യന്മാർ ചെയ്യണത് ആദ്യം അവൻ്റെ കാര്യം, അതിനുശേഷമാണ് താൻ ആർക്ക് വേണ്ടിയാണോ ആ ജോലി എടുത്തത് അവൻ്റെ കാര്യം സെക്കൻഡ്. അപ്പോൾ ഇത് മനുഷ്യൻ ഇങ്ങനെ ചെയ്യുമെന്ന് അറിയാം, ഈ പ്രയോറിറ്റി അറിയാവുന്നതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്? ആദ്യം ദൈവരാജ്യത്തെയും അങ്ങനെ അത് മനസ്സിലാക്കേണ്ടത്. 6:33
നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടിയിലായാലും ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് പോർഷൻ ദൈവത്തിന്റെ കാര്യം. ചില പറയും അടയാളം കാണട്ടെ, ജോലി കിട്ടട്ടെ, വിവാഹം നടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ആത്മീയ ജീവിതം അനുഭവിക്കാമെന്ന് പറഞ്ഞാൽ അത് ഈ മറുത്ത് പറഞ്ഞ ഗുണ്ടയുടെ അവസ്ഥയാണ്. ഈ സ്വയം ഗുണ്ടയായി ദൈവത്തിന്റെ സന്നിധിയിൽ അവതരിച്ച് സ്വയം അപഹാസ്യനാകരുത്. ഉടമ്പടി എടുത്തിരിക്കുന്നവർ അറ്റ് എനി കോസ്റ്റ് ദൈവത്തിൻ്റെ വചനങ്ങൾ അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ആ വിഷയത്തിന് തീരുമാനം ആദ്യം ഉണ്ടാക്കണം. അത്യപൂർവ ദൈവാനുഗ്രഹ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ 18ാമത്തെ പുതുക്കലിലാണ് നിൽക്കുന്നത്. എൻ്റെ പേര് ഷാൻഡി റെജി. ഞാൻ കോതമംഗലത്തു നിന്ന് വരുന്നു. എനിക്ക് 18ാമത്തെ പുതുക്കലിൽ കിട്ടിയ ഒരു വലിയൊരു അനുഗ്രഹം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ 8ാമത്തെ സാക്ഷിയാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ ഈ ഇലക്ഷനിൽ മത്സരിച്ചിരുന്നു. അതിന് എൻ്റെ എതിർ പാർട്ടി എൻ്റെ പ്രബലയായ ഒരു മിത്രം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് നേരിടേണ്ടതായി വന്നു. പക്ഷേ എൻ്റെ അമ്മയുടെ കരുണ കൊണ്ട് മാത്രം ഞാൻ ജയിച്ചു. ഞാൻ ഇലക്ഷൻ കഴിഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസവും എല്ലാവരും പറഞ്ഞു അവർ 35 വോട്ടിന് ജയിച്ചിരിക്കുകയാണ്. എങ്കിലും ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ എന്നെ കൈവിടില്ല, അമ്മ തന്നെ എന്നെ ജയിപ്പിക്കും എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇലക്ഷൻ്റെ വോട്ടെടുപ്പ് എണ്ണി അന്നേരം ഒരു ന്യൂസ് വന്നു, ഞാൻ പരാജയപ്പെട്ടു, നമ്മൾ പുറകോട്ട് പോയി എന്ന്. പക്ഷേ അവിടെ നിന്നെല്ലാം എൻ്റെ അമ്മ 50 വോട്ട് നൽകി എന്നെ രക്ഷിച്ചു. എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത് ഇതാണ്, പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് നന്ദി എന്ന്. എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ക്യാൻസർ രോഗി അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് രോഗി അല്ലെങ്കിൽ ആരും ഇല്ലാത്തവർ, അവരെ കണ്ടാൽ എൻ്റെ കയ്യിലുള്ളതിനനുസരിച്ച് പണമായിട്ടും വസ്ത്രമായിട്ടും ആഹാരമായിട്ടും ഞാൻ കൊണ്ടുവന്ന് കൊടുക്കും. അതുപോലെ തന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്നത്, ഞാനൊരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായിരുന്നു. എപ്പോഴെങ്കിലും ഒന്ന് പള്ളിയിൽ പോകും, അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കും. അതല്ല ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. ഞാൻ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകും. അതുപോലെ തന്നെ ഹുസോയം മേടിക്കുമ്പോൾ എൻ്റെ പാപങ്ങളും ഞാൻ കണ്ണീരോടെ പറഞ്ഞിട്ടാണ് ഞാൻ ഹുസോയം മേടിക്കുള്ളൂ. എന്നിട്ട് ഞാൻ കുർബാന അനുഭവിക്കും. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ കുർബാന അനുഭവത്തിലൂടെയാണ് ഞാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഉടമ്പടി ജീവിതം എൻ്റെ നിത്യതയിലേക്ക് വരെ ഞാൻ കൊണ്ടുപോകാൻ ഞാൻ ഇന്ന് വരെയും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇനിയും ഞാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് തന്നെ ഡെയിലി ബ്രെഡ് ഇന്നും ഞാൻ അത് 5:30 കൂടും. അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ എനിക്ക് സമയമുള്ളപ്പോഴെല്ലാം ഞാൻ അതങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അച്ഛൻ്റെ ധ്യാനം, ഞാൻ സാക്ഷ്യം, ഇതുപോലെ എല്ലാം ഷെയർ ചെയ്യും. ജോമോൾ സിസ്റ്ററുടെ ജീവവചസ്സുകൾ ഞാനത് എന്നും കേൾക്കും, അതങ്ങനെ ഷെയർ ചെയ്യും. അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സാക്ഷ്യം കേൾക്കുന്നതിനും സാക്ഷ്യം ഷെയർ ചെയ്യുന്നതിനുള്ളൊരു കൃപ. പിന്നെ എൻ്റെ മകൾക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് അവൾ പറയും. എൻ്റെ പേര് ചിത്ര മരിയ റെജി. ഞാൻ 2025 മാർച്ചിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അതായത് 6 വർഷത്തോളം എനിക്ക് എൻ്റെ ചെവിയിൽ വെള്ളം പോയതിന് ശേഷം, അതുപോലെ തന്നെ കാറ്റടിക്കുമ്പോഴും തണുപ്പ് വരുമ്പോഴൊക്കെ എൻ്റെ ചെവിയിൽ ഇൻഫെക്ഷൻ വരുമായിരുന്നു. ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ പഴുപ്പായിട്ട് വരുമായിരുന്നു. എൻ്റെ എനിക്ക് പെയിൻ അല്ലായിരുന്നു, പക്ഷേ ഇറിറ്റേഷനും അതുപോലെ തന്നെ ഈ പസ് വന്നതും അതൊരു ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ എന്നൊരു കണ്ടീഷനിലേക്ക് പോവുകയും 4 ഡോക്ടറിനെ കണ്ട് ഏറ്റവും ലാസ്റ്റത്തെ ഡോക്ടർ അതൊരു സർജറി വേണം, ചിമ്പാനത്തിൽ ഹോൾ വന്നിട്ടുണ്ട്, ആ സർജറി ഇല്ലാണ്ട് അത് അടയില്ല എന്ന് എനിക്ക് അത് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നു. പക്ഷേ എങ്കിൽ കൂടി ഞാൻ അന്ന് പറഞ്ഞു, എനിക്ക് എൻ്റെ സെക്കൻഡ് ഇയറിലത്തെ എക്സാം ആയിരുന്നു. ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് സെക്കൻഡ് ഇയറിലത്തെ എക്സാം ആയിരുന്നു. അപ്പോൾ ഒരു മേജർ സർജറിയാണ്, അതിനനുസരിച്ചിട്ടുള്ള ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അന്നേരം ആ സർജറി വേണ്ട എന്ന് പറഞ്ഞ് എൻ്റെ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ വരും എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നതാണ്. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും, ഞാൻ ഹോസ്റ്റലിലായിരുന്നു, എനിക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും എൻ്റെ അമ്മ കണ്ണീരോടെ പ്രാർത്ഥിച്ച് അമ്മയുടെ എൻ്റെ റൈറ്റ് സൈഡിലായിരുന്നു, റൈറ്റ് ഇയറിനായിരുന്നു. അപ്പോൾ അമ്മയുടെ റൈറ്റ് സൈഡിൽ അമ്മ തൈലം പുരട്ടി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. സെക്കൻഡ് ഇയറിലെ എക്സാമിൻ്റെ സമയമായപ്പോൾ എനിക്ക് വീണ്ടും വന്നു.
എനിക്കത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയ സമയമായിരുന്നു അത്. അപ്പോഴും ഞാൻ അമ്മേനെ വിളിച്ച് കരഞ്ഞു, അമ്മ എന്നെക്കൊണ്ട് പറ്റണില്ല എന്ന് പറഞ്ഞു കരഞ്ഞു. അപ്പോഴും അമ്മ പറഞ്ഞു, ധൈര്യത്തോടെ ഇരുന്നോ, മാതാവിൻ്റെ കാശുരൂപം മുറുക്കെ പിടിച്ചോ, ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അമ്മ തന്നെ അമ്മയുടെ ചെവിയിൽ, ഞാൻ ഹോസ്റ്റലിലായതുകൊണ്ട് തന്നെ അമ്മയുടെ ചെവിയിലാണെങ്കിൽ ഈ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അത്രയും അനുഗ്രഹത്തോടുകൂടി ഇപ്പം ഞാൻ 3 വർഷമായി, എനിക്ക് ഇന്നേ വരെ ആ ഒരു അസുഖം വന്നിട്ടില്ല, ഇന്നേ വരെ എൻ്റെ ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഞാൻ മുങ്ങി കുളിച്ചു, ഞാൻ കാറ്റടിച്ചു, തണുപ്പടിച്ചു. ഇന്നേ വരെ ഞാൻ ആ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പിന്നെ പോയിട്ടേ ഇല്ല സർജറിക്ക് വേണ്ടിയിട്ട്. അത്രയും എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറും എൻ്റെ നഴ്സിങ്ങിന് എനിക്ക് പല ബുദ്ധിമുട്ടുകളും വന്നു. ഫോർത്ത് ഇയറിലാണെങ്കിൽ എനിക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുമ്പോൾ അവർ സ്കെഡ്യൂൾഡ് ആയിട്ടുള്ള ടൈം വെച്ചിട്ട് ഇത്ര ക്വസ്റ്റ്യൻ ഇത്ര ടൈം എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എനിക്ക് ഫോർത്ത് ഇയർ വന്ന സമയത്താണെങ്കിൽ എനിക്ക് ഭയങ്കര യൂറിനേഷൻ വന്നു. അപ്പം എനിക്ക് വാഷ്റൂമിൽ പോകണം. ഞാൻ ഇന്നേ വരെ എൻ്റെ ലൈഫിൽ ഒരു എക്സാം ടൈമിൽ ഞാൻ വാഷ്റൂമിൽ പോയതായിട്ടോ അതിനനുസരിച്ചിട്ടുള്ളൊരു ടൈം ഞാൻ കളഞ്ഞിട്ടില്ല, അതിനുള്ളൊരു സമയം കിട്ടിയിട്ടുമില്ല. പക്ഷേ ആ ഫോർത്ത് ഇയർ എനിക്ക് പോകേണ്ട വന്നു. അത്ര എൻ്റെ സമയം അവിടെ വേസ്റ്റായി. എങ്കിലും ഞാൻ എൻ്റെ കാശുരൂപം ഞാൻ എൻ്റെ ഡ്രസ്സിൽ എവിടെയെങ്കിലും പിൻ ചെയ്തിട്ട് തന്നെയായിരിക്കും ഞാൻ കാശുരൂപം കൊണ്ടാണ് ഞാൻ ഇന്ന് വരെ എക്സാം എഴുതിയിട്ടുള്ളത്. എന്നിട്ടും എൻ്റെ മാതാവ് ഈ 4 വർഷം എനിക്ക് ക്ലാസ് ഫസ്റ്റ് തന്നെ എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ പോരാൻ നേരത്ത് ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ്റിനുള്ള അവാർഡും ബെസ്റ്റ് അക്കാഡമിക് അച്ചീവ്മെൻറ്റിനുള്ള അവാർഡും എൻ്റെ മാതാവ് എനിക്ക് അനുഗ്രഹിച്ചു. ഇതൊന്നും എൻ്റെ മെറിറ്റും കൊണ്ടല്ലാതെ ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഞാൻ വെറും സീറോയാണെന്നാണ് ഞാൻ എൻ്റെ അമ്മയടുത്ത് പറയാറ്. മാതാവ് എന്നെ അനുഗ്രഹിച്ചേക്കണം, എനിക്കൊരു കഴിവുമില്ല എന്ന് പറഞ്ഞ് തന്നെയാണ് ഞാൻ ഇന്ന് വരെ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ മാതാവ് എന്നെ അത്രയും അനുഗ്രഹിച്ചു. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ജർമ്മൻ പഠിക്കാമെന്നുള്ളൊരു ഓപ്ഷനിലേക്ക് വന്നു. അങ്ങനെ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ കരഞ്ഞിറങ്ങി, എന്നെക്കൊണ്ട് പറ്റില്ല അമ്മേ, ഇത് ഭയങ്കര ടഫാണ്. അപ്പോൾ പപ്പയും അമ്മയും പറഞ്ഞു, സാരില്ല, കുഴപ്പമില്ല, നോക്ക്, മാക്സിമം നോക്ക്, പറ്റുമെന്ന് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ജർമ്മൻ ഞാൻ 8 മാസം എടുത്ത് ജർമ്മൻ പഠിച്ചു. അതിൽ B2 എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ഒരു കഴിവില്ല. ഞാൻ മോഡൽ ടെസ്റ്റ് ഇടുമ്പോഴൊക്കെ തോറ്റുപോയിരുന്ന സബ്ജക്റ്റുകളിൽ തന്നെ എനിക്ക് ആദ്യത്തെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അപ്പോഴും ഞാൻ എൻ്റെ കാശുരൂപം അതുപോലെ തന്നെ തൈലും ഉപ്പും തേനും ഒക്കെ കഴിച്ചിട്ട് തന്നെയാണ് ഞാൻ പോയത്. അതുപോലെ തന്നെ ആ ഉപ്പ് ഞാൻ എൻ്റെ കൈ പിടിച്ചിരുന്നു. എൻ്റെ എക്സാം ഹോളിലേക്ക് ഞാൻ അത് കയറ്റി. ഞാൻ അതുപോലെ തന്നെ തൈലം ഞാൻ എൻ്റെ കൈയുടെ ഇവിടെ തേച്ചിരുന്നു. അത് ഞാൻ എൻ്റെ എക്സാം പേപ്പറിൻ്റെ മുകളിൽ ഞാൻ അത് കുരിശ് വെച്ച് വരച്ച് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ എക്സാം എഴുതിയത്. എൻ്റെ ഒരു കഴിവും കൊണ്ടല്ല എനിക്ക് ഇന്ന് കിട്ടിയേക്കണ അനുഗ്രഹം. ഞാൻ ഇന്ന് B2 വരെ കംപ്ലീറ്റ് ഫുൾ മൊഡ്യൂൾ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. എനിക്ക് അത്രയും എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ മാതാവിൻ്റെ കൃപയാൽ. പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ പത്രം വിതരണം ചെയ്യും. അത് എല്ലാ ജാതി മത ഭേദമന്യേ ഞാൻ വിതരണം ചെയ്യും. അതുപോലെ ഇവിടുത്തെ കാശുരൂപം, അതുപോലെ തേൻ, ഉപ്പ്, ഇതെല്ലാം ഞാൻ ആദ്യം പരീക്ഷ എഴുതണവർക്ക് മാത്രമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, അസുഖക്കാർ വരും, ഒരു പ്രാവശ്യം പോയിട്ട് കൊണ്ടുപോകണവരെല്ലാവരും രണ്ടാമതും വന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാൽ ഞാൻ ഇനി വരുമ്പോൾ മേടിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞ് പിന്നീട് വന്ന് അവർക്ക് മേടിച്ചുകൊണ്ടേ കൊടുക്കും. അതൊക്കെയായിരുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് നിന്നത്. പിന്നെ അച്ഛൻ്റെ ഈ സാക്ഷ്യവും അതുപോലെ തന്നെ ചൊവ്വാഴ്ചത്തെ എല്ലാ ധ്യാനങ്ങളും ഞാൻ ഷെയർ ചെയ്യും, ജീവവചസ്സുകൾ ഷെയർ ചെയ്യും. ഇതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കാരുണ്യപ്രവൃത്തിയും ഞാൻ എൻ്റെ കഴിവ് പോലെ എല്ലാവരെയും സഹായിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും മുമ്പോട്ട് പോകുന്നു. എല്ലാത്തിനും എല്ലാ അനുഗ്രഹം തന്ന എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആൻഡ്രിയ റീത്ത മനോജ്. ആദ്യമായി തന്നെ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന്. ഞാനിപ്പം BSc നോട്ടിക്കൽ സയൻസ് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ്. അതായത് മർച്ചൻ്റ് നേവിയാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. ഞാൻ കൃപാസനത്തിനെ പറ്റി അറിയുന്നത് എൻ്റെ അമ്മ വഴിയായിട്ടാണ്. ഞാൻ +1 +2 പഠിക്കുമ്പോഴാണ് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പം അമ്മയാണ് എനിക്ക് രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്ക് വേണ്ടി ചെല്ലുന്നതും ഞാനും അമ്മയുടെ കൂടെ പോയി ചെല്ലുമായിരുന്നു. അപ്പം ഞാൻ ഒബ്വിയസ്ലി അമ്മയോട് ചോദിക്കുമായിരുന്നു, ഞാൻ ഓൾറെഡി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നെ ഞാൻ എന്തിനാണ് കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥന ചെല്ലുന്നത്, അല്ലെങ്കിൽ ഈ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്, ഞാൻ അമ്മയോട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, ഒന്നുമില്ല ആൻഡ്രി, നീ പ്രാർത്ഥിക്കുക എന്നോട് പറയുമായിരുന്നു. അപ്പം ഞാൻ അമ്മേൻ്റെ കൂടെ രാവിലെയും ചെല്ലും, അതേപോലെ തന്നെ വൈകുന്നേരം ഞങ്ങളുടെ കുരിശുവര കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടും ഉള്ള പ്രാർത്ഥന ഞാൻ ചെല്ലാറുണ്ടായിരുന്നു. അങ്ങനെ +2 എക്സാംസ് വന്നു. അപ്പോഴും അമ്മ എനിക്ക്
ഉപ്പും തൈലവും എല്ലാം അമ്മ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടും ഉപ്പ് എക്സാം ഹോളിൽ കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി എക്സാം ഹോളിൽ ആരും ചവിട്ടാത്ത സ്ഥലത്തിട്ടിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ കയറിയതും. അങ്ങനെ ഞാൻ എക്സാം എഴുതി. എനിക്ക് +2 നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ +2 കഴിഞ്ഞു. പിന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പല എൻട്രൻസ് എക്സാംസ് ഞാൻ എഴുതുന്നുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഓരോരോ കോളേജിൽ കയറുന്നു. എനിക്ക് മാത്രം ഒന്നും ആവുന്നില്ല. ഞാൻ പല എക്സാംസ് എഴുതുന്നുണ്ട്, പക്ഷേ ചിലതൊക്കെ കിട്ടി. പക്ഷേ എന്നാലും എനിക്ക് അങ്ങനെ അത് തോന്നുന്നില്ല പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നും അങ്ങനെ ശരിയാവുന്നുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു നേവിനെ പറ്റി അറിയുന്നത്, മർച്ചൻ്റ് നേവിനെ പറ്റി അറിയുന്നത്. അപ്പോൾ എനിക്ക് ഇതന്നെ മതി എന്നുള്ളൊരു തോട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴാണെങ്കിലും അറിയാം മർച്ചൻ്റ് നേവി അങ്ങനെ ഗേൾസ് ആരും ഓപ്റ്റ് ചെയ്യാത്തൊരു പ്രൊഫഷനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് ആരും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. വീട്ടിലാണെങ്കിലും ഫാമിലി ആണെങ്കിലും ബാക്കി റിലേറ്റീവ്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര നെഗറ്റീവ് കമൻസ് ആയിരുന്നു എല്ലാവരുടെ സൈഡിൽ നിന്നും. അപ്പം എനിക്കും ഭയങ്കര ഇതായിരുന്നു, ദൈവമേ ഞാൻ എന്ത് ചെയ്യും, ഇവരെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി എനിക്കിത് മതി എന്നുള്ളത്. അപ്പോഴും അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ വർഷം മെയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു. എൻ്റെ ആകെയുള്ളൊരു ഫസ്റ്റത്തെ ഞാൻ വെച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് മർച്ചൻ്റ് നേവി കയറണം, എനിക്ക് യൂണിഫോം ഇടണം. ഞാൻ അപ്പം മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് മർച്ചൻ്റ് നേവിയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ, ഞാൻ IMUCT ക്ലിയർ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് ഫുൾ യൂണിഫോമിൽ ഒന്ന് സാക്ഷ്യം പറയാൻ ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എൻ്റെ വീട്ടുകാർ സമ്മതിക്കുമെന്നോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കൂടെ ഞാൻ വെച്ചൊരു കാര്യമായിരുന്നു എനിക്ക് ലൈസൻസ് എടുക്കണം എന്നുള്ളത്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ലൈസൻസ് എടുത്തു. അപ്പം ചെറിയൊരു ആഗ്രഹം ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കും ലൈസൻസ് എടുക്കണം, എനിക്കും കാർ ഓടിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ചെറുപ്പം തൊട്ടുള്ളൊരാഗ്രഹമായിരുന്നു. അങ്ങനെ ഞാനത് വെച്ചു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ പോയി. അങ്ങനെ ഒന്നും അങ്ങനെ ശരിയാവുന്നില്ല. എല്ലാവരും പിന്നെ അഡ്മിഷൻസൊക്കെ എല്ലാ സ്ഥലത്തും ക്ലോസ്ഡായി. എനിക്ക് എവിടെ അഡ്മിഷൻ കിട്ടിയില്ല. ഇനി എന്തായാലും റിപ്പീറ്റ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, നോക്കി തൃശ്ശൂർ ഇങ്ങനെ എൻ്റെ എൻട്രൻസ് അക്കാഡമി ഉണ്ട്, ഞാൻ അവിടെ പൊക്കോട്ടേന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ അത് കിട്ടുമോ, നിനക്ക് കിട്ടിയാലും ലൈഫ് എങ്ങനെ ശരിയാവുക, 6 മാസം കപ്പലിൽ, 6 മാസം പിന്നെ വീട്ടിൽ വരാം, ഇതെങ്ങനെ ഫാമിലി ലൈഫ് ആണെങ്കിൽ എങ്ങനെ ശരിയാവുക, എല്ലാവർക്കും നെഗറ്റീവ് കമൻസ് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. അപ്പോഴും ഞാൻ ഉറച്ചു വിശ്വസിച്ചു എനിക്ക് മാതാവ് തരും, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, എനിക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതെ, അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ വീട്ടുകാർ സമ്മതിച്ചു, ലൈസൻസ് എടുക്കാൻ വേണ്ടി സമ്മതിച്ചു. ഞാൻ ലൈസൻസ് എടുത്തു. അതും എൻ്റെ കാറിൻ്റെ റോഡ് ആദ്യത്തെ പ്രാവശ്യം ഫെയിലായി, 2ാമത്തെ പ്രാവശ്യം എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ 2ാമത്തെ പ്രാവശ്യം വണ്ടി വന്ന് പാർക്ക് ചെയ്ത സമയത്ത് എന്നെ പഠിപ്പിച്ച എൻ്റെ സാർ വന്ന് എന്നോട് പറഞ്ഞു, ആൻഡ്രി നീ പാർക്ക് ചെയ്തത് വളരെ തെറ്റായിട്ടാണ്, ഇങ്ങനെയല്ല പാർക്ക് ചെയ്യേണ്ടത്, അങ്ങേര് ഫെയിലാക്കുമെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എന്നെ കാത്തോണ്ട് ഇനിയും ഫെയിലായി കഴിഞ്ഞാൽ എനിക്കിനി റീടെസ്റ്റ് എഴുതാൻ പറ്റില്ല, കാരണം റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ എനിക്കിനി ടൈമില്ല എന്നുള്ള ഇത് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാനിങ്ങനെ നോക്കുന്നുണ്ട്, ഞാൻ ഇവിടെ ഇരിക്കുക, എൻ്റെ ഇപ്പുറത്ത് എൻ്റെ സാർ ഇരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ സാർ എന്ത് ചെയ്യും. അപ്പോൾ സാറിൻ്റെ ഇവിടെ റെഡ് പെന്നുണ്ട്, ഗ്രീൻ പെന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഗ്രീൻ എടുക്കണേ. ബട്ട് ആദ്യം സാർ എടുത്തത് റെഡായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കേ ഞാൻ ഫെയിലായെന്ന് വിചാരിച്ചു. ബട്ട് പിന്നെ ഗ്രീൻ എടുത്ത് ഞാൻ പാസ്സായിരുന്നു. ഞാൻ കാർ ഓടിക്കാൻ തുടങ്ങി. കാർ ഓടിക്കുമ്പോഴാണെങ്കിലും സ്കൂട്ടർ ഓടിക്കുമ്പോഴാണെങ്കിലും പല സിറ്റുവേഷൻസ് എനിക്ക് വന്നിട്ടുണ്ട്. കാരണം ഒരു സ്റ്റാർട്ടർ എന്ന രീതിയിൽ എനിക്കങ്ങനെ ഞാനത്ര പ്രോ ഒന്നായിരുന്നില്ല. സോ പല സിറ്റുവേഷൻസും എൻ്റെ കൈവിട്ട് പോയ സിറ്റുവേഷൻസ് പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ആണെങ്കിൽ എന്നെ കാത്തത് മാതാവ് മാത്രമാണ്. എൻ്റെ കയ്യിൽ എവിടെ പോയാലും മാതാവിൻ്റെ കാശുരൂപം, തൈലം, ഉപ്പ് എല്ലാം എൻ്റെ കയ്യിൽ ഉണ്ടാവാറുണ്ട്. സോ അങ്ങനെ എനിക്ക് പല സിറ്റുവേഷൻസിലും വണ്ടി എടുക്കുമ്പോഴാണെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുള്ള സിറ്റുവേഷൻസ് മാതാവ് എന്നെ കാത്തിട്ടുണ്ട്. പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ എല്ലാവരും സമ്മതിച്ചു, ഇങ്ങനെ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, നീ തൃശ്ശൂർക്ക് പോയി നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോയി. ഞാൻ പോകുമ്പോഴാണെങ്കിലും അവിടെ പോർഷൻസൊക്കെ കഴിഞ്ഞു, റിവിഷൻ തുടങ്ങിയ സമയത്തായിരുന്നു ഞാൻ പോയത്. അപ്പം അവിടെ പോയ സമയത്താണെങ്കിലും എൻ്റെ ഹോപ്പ് പിന്നെയും പോവുക, കാരണം പോർഷൻസ് എല്ലാം എടുത്ത് കഴിഞ്ഞു, റിവിഷൻ തുടങ്ങി. സോ നമ്മൾ +2 ഞാൻ സ്റ്റേറ്റ് സിലബസിലാണ് പഠിച്ചത്. അപ്പം അത് തന്നെ ഞാൻ അത്ര കാലിബറുള്ള കുട്ടിയൊന്നുമല്ല. അപ്പം സ്റ്റേറ്റ് സിലബസ് തന്നെ കഷ്ടിച്ചാണ് ഞാൻ അതും മാതാവിൻ്റെ കൂടെ നിന്നിട്ടാണ് എനിക്ക് അത്രയും മാർക്ക് കിട്ടിയത്, ഞാൻ പാസ്സായതും. അപ്പം ആ ഒരു ബേസിൽ ഞാൻ പെട്ടെന്ന് അവിടെ ചെല്ലുമ്പം എനിക്കൊരു ക്ലാസ്സും കിട്ടിയിട്ടില്ല. റിവിഷൻ തുടങ്ങുമ്പോഴത്തേക്ക് എനിക്ക് അതും കിട്ടുന്നില്ല, എനിക്ക് അവരോട് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഡൗൺ ആയി. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മേ ബി ആ സമയത്തായിരിക്കണം കുറച്ചും കൂടെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ആദ്യം കുഴപ്പമായിരുന്നു, എനിക്ക് ആദ്യം ഡൗട്ടായിരുന്നു ഞാൻ രാവിലെ എണീക്കുമോ. പക്ഷെ അത് വലിയൊരു ദൈവാനുഗ്രഹമായിരുന്നു. ഞാൻ പോയ സ്ഥലത്താണ് ഞാൻ നിന്ന ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ സിസ്റ്റേഴ്സിൻ്റെ ഹോസ്റ്റലായിരുന്നു. അപ്പോൾ ഞാൻ നിന്നൊരു ഹോസ്റ്റലിലാണെങ്കിലും എനിക്ക് അവിടെ എല്ലാ ദിവസവും കുർബാന ഉണ്ടായിരുന്നു, അടുത്തടുത്ത് വേറെ പള്ളികളുണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ ഇൻ കേസ് എണീറ്റില്ലെങ്കിലും എനിക്ക് അപ്പുറത്തെ പള്ളിയിൽ പോയിട്ട് കുർബാന കാണാൻ പറ്റുമായിരുന്നു. ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ എനിക്ക് അവിടെ കുമ്പസാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുമ്പസാരിക്കുമായിരുന്നു. അങ്ങനെ ആത്മീയമായിട്ട് എനിക്ക് അവിടെ പോയപ്പോൾ കുറേ വളരാൻ പറ്റി. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കുറച്ചൊരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ബാക്ക് പെയിൻ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പം എനിക്ക് കുറേ നേരം ഇരിക്കാൻ പറ്റുന്നില്ല,
അപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പുറംവേദന വരിക. ഇപ്പം ഈ പഠിക്കാനിരിക്കുമ്പോഴാണെങ്കിൽ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ അമ്മേനോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഓക്കെ ജൂബിലി അടുത്താണ്, അപ്പോൾ ജൂബിലിയിൽ പോയി കാണിക്കാൻ പറഞ്ഞു. ഞാൻ ജൂബിലിയിലെ ഓർത്തോനെ പോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ ആദ്യം എന്നോട് പറഞ്ഞു ഓക്കെ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. ഞാൻ എക്സ്റേ എടുത്തു. എടുത്തപ്പോൾ ഡോക്ടർ നമുക്കൊന്ന് MRI കൂടെ എടുത്ത് നോക്കാം. അപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി, ദൈവമേ ഇതിപ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ടാണല്ലോ എനിക്ക് വരുന്നതെന്ന് വിചാരിച്ചു. ഞാൻ MRI എടുത്തു. MRI എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു ചെറിയൊരു ബൾജ് ഉണ്ട് എനിക്ക് ബാക്ക് ബോണിൽ, L2-ലും L3-ലും എനിക്ക് ബൾജ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ബെൽറ്റ് ഇടണം, അതേപോലെ തന്നെ അധികം നേരം ഇരിക്കാൻ പാടില്ല, 20 മിനിറ്റ് കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് വന്നിട്ട് ഇരിക്കണം, അതേപോലെ തന്നെ എക്സസൈസ് ചെയ്യണം, ഫിസിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇത്രയും നാളും നോർമലായിട്ടുള്ള ലൈഫ് കൊണ്ടുപോകുന്ന എനിക്ക് പെട്ടെന്ന് ഇങ്ങനൊരു ചേഞ്ച് വരുമ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അവിടുന്ന് ഞാൻ കൃപാസനത്തിൽ വരുമ്പോഴാണെങ്കിൽ പോലും ഞാൻ ബെൽറ്റ് ഇട്ടിട്ടായിരിക്കും ഞാൻ ഇങ്ങോട്ടേക്ക് ബസ് കയറുന്നുണ്ടാവുക. അപ്പോൾ എനിക്ക് ഭയങ്കര ലൈക്ക് ബെൽറ്റ് ഇട്ടിട്ട് ട്രാവൽ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് അനുഭവിച്ചവർക്കറിയാം ഭയങ്കര പാടാണ്. നമുക്കൊന്ന് സമാധാനത്തിൽ ഇരിക്കാൻ പറ്റില്ല, ഭയങ്കര ടൈറ്റായിട്ട് ഇടണം. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത്. അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് വേദന ഒന്ന് കുറഞ്ഞു കിട്ടിയാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ അപ്പോഴും എനിക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ എണ്ണ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, തൈലം തേക്കുന്നുണ്ടായിരുന്നു, ഉപ്പ് സേവിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്നെ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് കുറച്ച് നാൾക്ക് ശേഷം എനിക്ക് പിന്നെ തലവേദന വരുന്നു. അപ്പം തലവേദന വരുമ്പോഴാണെങ്കിലും എനിക്ക് അതിൻ്റെ കൂടെ തന്നെ എനിക്ക് BP കുറയാം. അപ്പം ഞാൻ അങ്ങനെ ക്ലാസ്സിൽ നിന്ന് 2-3 പ്രാവശ്യം തല ചുറ്റി ഞാൻ അവിടെ അടുത്ത് തന്നെയാണ് മെഡിക്കൽ കോളേജ്. അപ്പം ഞാൻ മെഡിക്കൽ കോളേജിൽ പോകുന്നു, ട്രിപ്പ് ഇട്ട് കിടക്കുന്നു. അപ്പം ഇങ്ങനെ തലവേദന എനിക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കുക, എനിക്ക് തീരെ പറ്റുന്നില്ല. അപ്പം എനിക്ക് ഒരു റിലീഫ് കിട്ടണമെങ്കിൽ ഞാൻ ടൈഗർ ബാം തന്നെ തേക്കണം. അപ്പം ഞാനൊരു ടൈഗർ ബാം നമ്മൾ നല്ല കട്ടിയിൽ ഞാൻ ഇവിടം തൊട്ട് ഇവിടം വരെ തേക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ തേച്ച് എനിക്ക് എൻ്റെ നെറ്റി മൊത്തം പൊള്ളുന്നൊരു അവസ്ഥയായിരുന്നു. ലൈക്ക് ഇവിടെ മൊത്തം എൻ്റെ ഈ ഒരു ഷെയ്ഡും ഇവിടുത്തെ ഷെയ്ഡും നല്ല ഡിഫറെൻ്റ് ആയിരുന്നു. ഒരു ബ്രൗൺ കളറിൽ നല്ല ബേൺഡ് ആയിട്ടുള്ളൊരു സ്കിന്നായിരുന്നു എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. കാരണം പൊള്ളിയ സ്ഥലത്ത് ഞാൻ വീണ്ടും ടൈഗർ ബാം തേക്കുന്ന ഒരു ഇതായിരുന്നു. കാരണം എനിക്ക് തലവേദന കുറയുന്നുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അതേപോലെ തന്നെ എനിക്ക് സൺലൈറ്റ് തീരെ പറ്റുന്നില്ല. ഇപ്പോൾ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ക്ലാസ്സിലോട്ട് നടക്കുന്ന സമയത്താണെങ്കിലും ഞാനൊന്നില്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോൾ എടുത്ത് പുതയ്ക്കും, അതേപോലെ തന്നെ സ്പെക്സ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ കൊട യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ്സിലോട്ട് പോകുന്നത്. എനിക്ക് തീരെ പറ്റുന്നില്ല. ഞാൻ ഡോക്ടറെ പോയി കണ്ടു, വീണ്ടും ജൂലിയിൽ പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊരു തരം മൈഗ്രെയിൻ ആണ്, ഒന്നും ചെയ്യാനില്ല ആൻഡ്രിയയ്ക്ക് തല കറക്കം വരുവാണെങ്കിൽ ഇവിടെ വരാം, ട്രിപ്പ് ഇടാൻ പോവാന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് തീരെ പറ്റുന്നില്ല. ഒന്ന് പുറംവേദന വന്ന് അതൊന്ന് കുറയുന്നതിനൊക്കെ മുമ്പ് അടുത്തത് ഇതേ മൈഗ്രെയിൻ രീതിയിൽ വന്നു. അപ്പം പുറംവേദന പിന്നെയും നമുക്ക് പഠിക്കാം, കാരണം ബാക്ക് പെയിൻ അല്ലേ, കുഴപ്പമില്ലല്ലോ, നടന്നാണെങ്കിലും ഞാൻ പഠിക്കും. പക്ഷേ ഇത് തലയായത് കാരണം എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല, പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് ഒരു സ്പോൺസർഷിപ്പിൻ്റെ എക്സാം വന്നത്. അപ്പോൾ എക്സാം വന്ന സമയത്താണെങ്കിൽ ഞാൻ ഒന്നും പഠിക്കുന്നുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് രാത്രി ഇരിക്കാൻ പറ്റുന്നില്ല, വെളിച്ചത്തിൽ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇരുന്ന് ഭയങ്കര പഠിക്കുന്നുണ്ടായിരുന്നു, ഞാനൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം എക്സാമാണ്. അപ്പം ഞാൻ രാത്രി കിടന്നുറങ്ങി, കാരണം എനിക്ക് പറ്റത്തില്ല ഇരിക്കാൻ. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇന്ന് പഠിച്ചു. രാവിലെ ഞാൻ എണീറ്റും എല്ലാവരും ഞങ്ങൾ പ്രയർ ഹാളിൽ പോയി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അവർക്കെല്ലാവർക്കും തൈലം തേച്ച് പ്രാർത്ഥിച്ചു, ഉപ്പെല്ലാവരുടെയും കൊടുത്തു. ഞാൻ പറഞ്ഞു വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഇടണം. അവർക്കാണെങ്കിൽ ഒരു അപ്പം ഞാനിപ്പോൾ കുർബാനയ്ക്ക് പോവുകയാണെങ്കിൽ അവരും വരും, എന്നാൽ ഞാനും വരട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് അവരൊന്നും ക്രിസ്ത്യൻസ് ഒന്നുമല്ല, ബട്ട് അവരെൻ്റെ കൂടെ വരും. മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, അവരെൻ്റെ കൂടെ വരും. ഞങ്ങൾ പള്ളിയിൽ പോവും. മേ ബി ചുമ്മാ ഞങ്ങൾ പള്ളിയിൽ പോകണമെങ്കിലും ഞാൻ പറയുന്നത് ചുമ്മാ അവിടെ ആരാധനയുണ്ട്, അപ്പോൾ ഞാൻ പറയുന്നത് അവിടെ ആരാധന കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പോകും. അവരും കൂടെ വരും, അവരും എന്നെ വെയിറ്റ് ചെയ്തിട്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലായിടത്തും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ പോയിട്ട് അങ്ങനെ രാവിലെ ഇരുന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. എക്സാം എനിക്കറിയത്തില്ല, ഒന്നും അറിയത്തില്ലായിരുന്നു ആ എക്സാമിൽ. എൻ്റെ കയ്യിൽ ആകെ കാശ് രൂപ ഇരിപ്പുണ്ടായിരുന്നു. ഉപ്പ് ഞാനവിടെ എൻ്റെ കയ്യിൽ ഞാൻ എക്സാം ഹാളിൽ കയറിയപ്പോൾ തന്നെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ എക്സാം ഹാളിൽ കയറിയത്. ഞാൻ പ്രാർത്ഥിച്ചു, എക്സാം ഹാളിൽ കയറി. നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള എക്സാമാണ്. ഞാൻ എന്തൊക്കെയോ പിടിച്ച് നിൽക്കും. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ ആകുമ്പോഴും ഞാൻ കാശ് രൂപം പിടിച്ച് സ്ക്രീനിൽ വെക്കും, വിശ്വാസപ്രമാണം ചെല്ലും. എനിക്കെന്തോ തോന്നുന്നത് എന്തോ പറഞ്ഞു തരുന്ന പോലെ എനിക്ക് തോന്നും, ഓക്കെ ഇതാണെന്നുള്ളത്. ഞാൻ അങ്ങനെ എഴുതും, എക്സാം എഴുതി. റിസൾട്ട് വരുന്ന ദിവസം എനിക്ക് അറിയത്തില്ല റിസൾട്ട്. അന്ന് ഞാൻ ഫുഡ് കഴിക്കാൻ പോയില്ല. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി, ഞാൻ മാത്രം ഹോസ്റ്റലിൽ ഒറ്റയ്ക്കാം. അപ്പോൾ എന്നെ ഫോൺ വരുന്നുണ്ട്, ഇങ്ങനെ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ റിസൾട്ട് വന്ന് പാസ്സായവർക്ക് മാത്രമാണ് മെയിൽ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ നോക്കുന്നില്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫോണൊക്കെ ആയി നോക്കി. ഇവർ കാരണം എനിക്ക് എന്തായാലും എനിക്ക് കിട്ടത്തില്ല, കാരണം അവരൊക്കെയാണ് പഠിച്ച ആൾക്കാർ, ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് മെയിൽ വന്നിട്ടില്ല. അപ്പം ഞാൻ അവസാനം നോക്കിയപ്പോൾ എനിക്ക് മെയിൽ വന്നിട്ടില്ല. പിന്നെ ഇവർക്കൊക്കെ ഫെയിലായെന്ന് പറഞ്ഞ് മെയിൽ വരുന്നു. അപ്പം നേരെ ഉൾട്ടയാണ് സംഭവിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ എനിക്കെന്താ മെയിൽ വരാത്തത്, ഇനി വല്ല പ്രശ്നമാണോ? അപ്പം ഞാൻ എൻ്റെ സാറിനെ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു ഇങ്ങനെ കുറച്ച് പേർക്ക് വരാത്തതുണ്ട്, ചിലപ്പോൾ നിങ്ങൾ പാസ്സായതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ചു ഞാൻ പാസ്സാവാനൊരു ചാൻസ് ഇല്ല, കാരണം ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ഞാനിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് മെയിൽ വന്നു ഞങ്ങൾ പാസ്സായി എന്നുള്ളത്. അപ്പോൾ പാസ്സായപ്പോഴും എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കും,
ആൻഡ്രിയ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആൻഡ്രിയയ്ക്ക് മാതാവുണ്ട്, ആൻഡ്രിയ പ്രാർത്ഥിച്ചാണെങ്കിൽ ആൻഡ്രിയ എക്സാം പാസ്സാവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇവരിങ്ങനെ കളിയാക്കുമ്പോഴാണെങ്കിലും എനിക്കൊരു ഓക്കെ, അവർ പറയുമ്പോഴാണെങ്കിലും എനിക്കൊരു വിശ്വാസമാണ്. ഓക്കെ, അപ്പോൾ മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, മാതാവാണ് എന്നെ പാസ്സാക്കിയത്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാവരോടും പറഞ്ഞു, അമ്മേനോട് പറഞ്ഞു, എൻ്റെ അവിടെ ആ സമയത്ത് ക്രാഷിന് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു പഠിക്കാൻ. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞു, ഞാനിങ്ങനെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട്, അപ്പോൾ ആ മാതാവാണ് എന്നെ പാസ്സാക്കിയത്, ഞാൻ എക്സാം പാസ്സായി, ഇനി അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ അതും എനിക്ക് മാതാവ് തന്ന അടുത്തൊരു അനുഗ്രഹമായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞു, ഞാൻ തൈലം ഇതാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ എനിക്കുണ്ടായൊരു മാറ്റം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഇങ്ങോട്ട് കൃപാസനത്തിൽ വരുന്ന സമയത്താണെങ്കിലും അല്ലാണ്ട് ഞാൻ പുറത്ത് വന്ന ടൈമിലാണെങ്കിലും ഞാൻ കുറേ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അതോടുകൂടി തന്നെ എൻ്റെ വിശ്വാസം കുറച്ചും കൂടെ കൂടാൻ തുടങ്ങി. ലൈക്ക് ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങളാണെങ്കിലും അതൊക്കെ റിയലാണ്. അതേപോലെ തന്നെ എൻ്റെ കൂടെ പഠിച്ചൊരു ക്ലാസ്മേറ്റിൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ഇവിടെ ഒന്ന് സൗഖ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാവുന്നൊരു ഫാമിലിയിലും സൗഖ്യം നടന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു വിശ്വാസമായി. ഇപ്പം ഇതിനെപ്പറ്റി എനിക്കറിയാം, കൃപാസനെ പറ്റി ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയുമ്പോഴും കുറേ പേർക്ക് ഇത് ഒരു പുച്ഛമാണ്, ഓക്കെ ഇതൊന്നും റിയൽ അല്ല, ഫേക്ക് ആണെന്ന് പറയുന്ന കുറേ ഫ്രണ്ട്സ് എനിക്കറിയാവുന്നവരുണ്ട്, എന്നെ കളിയാക്കുന്നവരുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, എനിക്ക് ഇതൊക്കെ തന്നത് മാതാവ് തന്നെയാണ്. ആൻഡ് ഇനി ഞാൻ വിശ്വസിക്കും. അപ്പം അതേപോലെ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം എനിക്ക് മൈഗ്രെയിൻ തലവേദന എടുക്കുന്നില്ല. അപ്പം ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല, കാരണം എക്സാംസ് ഒക്കെ ആയി അടുത്തു, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയ്ക്കാണെങ്കിലും ടെൻഷൻ വരുന്നു, ഒന്നും ആയിട്ടില്ല, ഇവർക്കൊക്കെ എന്തൊക്കെയോ അറിയാം, എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ലാസ്റ്റ് മിനിറ്റിലാണ് വന്ന് ജോയിൻ ചെയ്തത്, അപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തലവേദന എടുക്കുന്നില്ല. അപ്പം എൻ്റെ ഫ്രണ്ട് എങ്ങനെ വെച്ചാൽ നിനക്കിപ്പോൾ തലവേദന എടുക്കുന്നില്ലെന്ന് വെച്ചു. അപ്പം ഞാനിങ്ങനെ ശരി, എനിക്ക് തലവേദന എടുക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം അപ്പോഴാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഓക്കെ എനിക്ക് തലവേദന ഇപ്പോൾ ഇല്ല, എനിക്ക് പ്രശ്നം അങ്ങനെ ലൈക്ക് തലവേദന കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് മാറി, എനിക്കിങ്ങനെ പിന്നെ BP കുറയേ ലൈക്ക് പിന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ട ഒരു ഇതും എനിക്ക് വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനപ്പം കുറേ സാക്ഷ്യങ്ങൾ എനിക്ക് കേൾക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ കേൾക്കുന്നതിൻ്റെ ഇതിൽ ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, മാതാവ് എനിക്കും എന്തെങ്കിലും ഒരു സിഗ്നൽ തരണം. ലൈക്ക് എല്ലാവർക്കും മാതാവ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നു, ഇങ്ങനെ ഡേറ്റ്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ക്യാൻഡലിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ ഞാനിങ്ങനെ കാണുമ്പം എന്തുകൊണ്ട് എനിക്കും തന്നൂടാ, ഞാനും കുറേ പ്രാർത്ഥിക്കുന്നില്ലേ, ലൈക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ തന്നു പറഞ്ഞാൽ ലൈക്ക് വി ഹാഡ് എ ഫ്രണ്ട്ലി കോൺവെർസേഷൻ. ഇപ്പം ഭയങ്കര അങ്ങനെ ഒരു ഫോർമലായിട്ടുള്ള രീതിയിലല്ല ഞാനും മാതാവും സംസാരിക്കാം. അപ്പം ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ എൻ്റെ അമ്മേനോട് സ്വന്തമായിട്ട് സംസാരിക്കുന്ന പോലെ അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ മാതാവിനോട് സംസാരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കും എന്തെങ്കിലും ഒരു സിഗ്നൽ താ മാതാവേ, ലൈക്ക് അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഇതുണ്ട് ആൾക്കാരോട് പറയാൻ, എനിക്കും ഇത് എക്സ്പീരിയൻസ് ആയി, അപ്പോൾ എനിക്കൊരു പ്രൂഫ് ഉണ്ടല്ലോ പറയാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ സ്റ്റഡി ഹാളിൽ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ പഠിച്ചുകൊണ്ടിരിക്കുക, ഫസ്റ്റ് ഫ്ലോറിലാണ് എൻ്റെ റൂം. അപ്പോൾ പഠിച്ചു കഴിഞ്ഞ് ഞാൻ മേളിലേക്ക് വന്നപ്പം ലൈക്ക് ഞാൻ കുർബാന കഴിഞ്ഞ് തിരിച്ചു വരുമ്പം സിസ്റ്റേഴ്സിൻ്റെ ഹോസ്റ്റലിൽ തന്നെ അവിടെ സിസ്റ്റേഴ്സിൻ്റെ ഒരു ഗാർഡൻ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കിട്ടുന്നൊരു പൂ, അപ്പം അന്ന് എനിക്ക് കിട്ടിയത് മുല്ലപ്പൂവായിരുന്നു. അപ്പോൾ ഞാൻ ആ മുല്ലപ്പൂ എടുത്ത് ഞാൻ ഏതെങ്കിലും ഒരു പൂ മാതാവിന്, എൻ്റെ റൂമിലൊരു മാതാവിൻ്റെ രൂപമുണ്ട്, അപ്പോൾ ഞാൻ ആ രൂപത്തിലുണ്ടെന്ന് മുല്ലപ്പൂ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പം ഞാൻ ഡോറ് തുറന്ന് അകത്ത് കയറിയപ്പോൾ എനിക്ക് നല്ല മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ലൈക്ക് ഇങ്ങനെ സാക്ഷ്യത്തിൽ മാത്രമേ കേട്ടുള്ളൂ, ഫസ്റ്റ് ടൈം എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ എൻ്റെ ഓപ്പോസിറ്റിൻ്റെ ഫ്രണ്ട് കിടക്കുന്നുണ്ടായിരുന്നു റൂമിൽ. അപ്പോൾ ഞാൻ അവളെ തട്ടി എണീപ്പിച്ചു, അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അനശ്വര വന്ന് നോക്ക് റൂമിൽ സ്മെല്ലുണ്ടോയെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു അവൾക്ക് സ്മെല്ലൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് വേഗം ഓടി താഴെയുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോട് പറഞ്ഞു, എനിക്ക് സ്മെല്ല് കിട്ടി, മാധവ് എനിക്ക് സിഗ്നൽ തന്നു, നിങ്ങളല്ലേ പറഞ്ഞത് ഫേക്ക് ആയിരുന്നു, ബട്ട് എനിക്ക് ഇത് കിട്ടിയെന്നുള്ളത് ഞാൻ എല്ലാവരോടും എനിക്ക് കരച്ചിലാണോ ചിരിയ ലൈക്ക് എനിക്ക് എന്താ എങ്ങനെയാണ് ആ ഒരു മൊമെൻ്റ് ഇപ്പോഴും എനിക്ക് പറഞ്ഞു തരേണ്ടത്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല അത് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന്. ഭയങ്കര പ്രശ്നമായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. എനിക്ക് പിന്നെ ഞാൻ റൂമിൽ പോയപ്പോൾ എനിക്കിങ്ങനെ സ്മെല്ല് കിട്ടി. അപ്പം സ്മെല്ല് പോയി. അപ്പം ഞാൻ പുറത്ത് വന്നിരുന്ന എൻ്റെ വരാന്തയിൽ ഞാൻ ഇരിക്കുക. വരാന്തയിൽ ഇരിക്കുമ്പോഴാണെങ്കിലും അപ്പോൾ ഞാനിങ്ങനെ മാധവൻ്റെ പാട്ട് കുറേ കേൾക്കും, ഈശോ പാട്ട്, ഇങ്ങനെ കുറേ പാട്ടുകൾ കേൾക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് എൻ്റെ ഹെഡ്സെറ്റ് എടുത്ത് വെച്ചു. ഞാൻ രക്തക്കണ്ണീരോർക്ക് മാധവൻ്റെ പാട്ട് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പം എനിക്കിത് ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു പാട്ടാണ്. അത് കേട്ടാൽ ഞാനപ്പോൾ എനിക്ക് ഇമോഷണൽ ആവാൻ ഞാൻ പെട്ടെന്ന് കരയും. അപ്പോൾ ഞാൻ അത് കേട്ടിങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വീണ്ടും ലൈക്ക് അത് കംപ്ലീറ്റ്ലി ഓപ്പൺ സ്പേസ് ആണ്, എനിക്ക് വീണ്ടും മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് കിട്ടി. അപ്പോൾ എനിക്ക് വീണ്ടും ഭയങ്കര സന്തോഷമായി. ലൈക്ക് എനിക്ക് വീണ്ടും മാധവ് സിഗ്നൽ തന്നു. അത് ലൈക്ക് ഞാൻ ഇങ്ങനെ കൺഫ്യൂസ് ആയിരുന്നു, എനിക്ക് മാത്രം കിട്ടുള്ളൂ, എൻ്റെ ഫ്രണ്ടിന് കിട്ടിയില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ എനിക്ക് വീണ്ടും അവിടെ വെച്ച് വീണ്ടും എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് ഉറപ്പായി മാധവ് എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ എനിക്ക് അപ്പം തൊട്ട് എൻ്റെ ലൈഫിൽ അന്ന് തൊട്ട് ഞാൻ എല്ലാ ദിവസവും കുളിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ കണ്ണാടി മുമ്പിൽ നിൽക്കുമ്പോഴാണെങ്കിലും എനിക്കറിയാം ഞാൻ സാക്ഷ്യം പറയും. കാരണം എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടി. ഞാൻ എന്തായാലും വന്ന് ഇത്രയും പേരുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ പറയും, എനിക്ക് മാധവ് എൻ്റെ ലൈഫിൽ ഈ ഒരു എക്സ്പീരിയൻസ് തന്നു, ഞാനത് എക്സ്പീരിയൻസ് ചെയ്തു എന്നുള്ളത്. മേ ബി അന്ന് തൊട്ട് ഞാൻ എൻ്റെ ലൈഫിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, ഓക്കെ അന്ന് തൊട്ട് എനിക്ക് ലൈഫിലുണ്ടായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ഞാൻ സാക്ഷ്യം പോലെ ഞാൻ കണ്ണാടി നോക്കി പറയും. അപ്പോൾ എനിക്കിനി വേറെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അന്നോട്ട് ഇങ്ങനെ പറയും, എനിക്ക് മാധവ് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയായിരുന്നു. അങ്ങനെ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടി. അങ്ങനെ ഞാൻ IMUCT എക്സാം എഴുതാൻ വേണ്ടി പോവുക.
അപ്പോൾ എക്സാം എഴുതുന്ന പോകുമ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി, ഒന്നും അറിയത്തില്ല എന്താ എഴുതേണ്ടതെന്ന്. ഞങ്ങൾ അവസാന നിമിഷം നോക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല. എക്സാം ഹോളിൽ കയറി, എക്സാം ഹോളിൽ പോകുന്ന സമയത്താണെങ്കിലും എല്ലാവരും ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുക, ഞാൻ അപ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുക. എക്സാം ഹോളിൽ കയറുന്നതിനൊക്കെ മുമ്പ് എല്ലാവരും ഇങ്ങനെ പേപ്പറൊക്കെ മറിച്ച് ഇക്വേഷൻസ് നോക്കുന്നു, അത് നോക്കുന്നു. എനിക്കങ്ങനെ ഒന്നും നോക്കാൻ എനിക്ക് എന്താ എൻ്റെ തലയിലൊന്നും കയറുന്നില്ല. ഞാൻ അപ്പോഴും ഇന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനേൻ്റെ ബുക്ക് തുറന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും തൈലൊക്കെ തേച്ച് കൊടുത്തു, ഉപ്പ് കൊടുത്തു. ഞാൻ ഇങ്ങനെ പറഞ്ഞ് വിശ്വസ പ്രമാണം ചൊല്ലിട്ട് കയറണം. ഞാൻ കയറിയത് പെന്ന്, എൻ്റെ കാശ് രൂപം, ഉപ്പും കൊണ്ടാണ് ഞാൻ എക്സാം ഹോളിൽ കയറിയത്. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, മാധവ് എനിക്കൊരു സിഗ്നൽ താ, എനിക്ക് മാധവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ കയറിയപ്പം മഴ പെയ്യുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് മാധവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മഴ പെയ്യണം, ഞാൻ എക്സാം എഴുതുന്ന സമയം വരെ എനിക്ക് മഴ പെയ്യണം എന്ന് പറഞ്ഞു. ആൻഡ് അതും മാധവ് എനിക്ക് സാധിച്ചു തന്നു. ഞാൻ എക്സാം എഴുതുന്ന ടൈം മുഴുവനും മഴ അവിടെ പെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മഴ നിന്നത്. അങ്ങനെ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞു. അപ്പോഴും ഓക്കെ, അപ്പോഴും എനിക്കൊരു ഇതുണ്ടായിരുന്നു, കാരണം മാധവ് എനിക്ക് സിഗ്നൽ തന്നു, എനിക്ക് എക്സാം പാസ്സാവും. കാരണം എനിക്ക് അപ്പോഴും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെയൊന്നും ഞാൻ എഴുതിയിട്ടില്ല, എൻ്റെ ഒരു 100% ഇട്ടിട്ടില്ല. അവിടെയും എൻ്റെ മെറിറ്റല്ല, മാധവിൻ്റെ ഗ്രേസാണ് അവിടെ പ്രവർത്തിച്ചത്. എക്സാം എഴുതി കഴിഞ്ഞു, ഞങ്ങൾ ഹോസ്റ്റലിൽ വന്നു. കുറച്ച് നാൾ ഹോസ്റ്റലുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് പറഞ്ഞു ഓക്കെ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഓക്കെ, ഞങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ തമാശ പറയാം, റിസൾട്ട് വന്നു, നീ പാസ്സായി തോറ്റു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞു, ആൻഡ്രി നീ പാസ്സായിട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പോയി ചുമ്മാ പറയല്ലേ എന്നൊക്കെ പറഞ്ഞു. ബട്ട് ഞാൻ ശരിക്കും പാസ്സായിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് മിക്കവരും തോറ്റു. അപ്പോൾ എനിക്ക് അതൊരു വിഷമമായി, കാരണം എൻ്റെ ഫ്രണ്ട്സ് തോറ്റു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ പാസ്സായി. അപ്പോൾ ഇവരെന്ന് പറഞ്ഞു ഞങ്ങളാരും പറഞ്ഞില്ല ആൻഡ്രയെ കിട്ടും, ആൻഡ്രയ്ക്ക് മാതാവുണ്ട്, ആൻഡ്രയെ പ്രാർത്ഥിച്ചു, ആൻഡ്രയ്ക്ക് കിട്ടും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ലൈക്ക് ഈ റിപ്പീറ്റ് ചെയ്ത സമയത്താണെങ്കിലും എന്നോട് ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കും എന്താ ചെയ്യുന്നത് ആൻഡ്രിയ. അപ്പോഴും എനിക്ക് പറയാനൊരു മടിയാണ്. ഇതിപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ നേവിയാന്നൊക്കെ പറഞ്ഞിട്ട് ഇനി കിട്ടിയില്ലെങ്കിൽ നാണക്കേടല്ലേ. ഇപ്പം എൻ്റെ അമ്മയാണെങ്കിലും പറഞ്ഞു കിട്ടിയില്ലെങ്കിൽ ആൻഡ്രിയ നാലോചിച്ച് നോക്കാൻ തുടങ്ങി, നീ പറയണ്ട, ചോദിക്കുകയാണെങ്കിലും ഇങ്ങനെ ഓക്കെ റിപ്പീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ മതി, ഇന്ന കോഴ്സാന്ന് പറയണ്ടെന്ന് എന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ട്, കാരണം ഞാനിതാ പഠിക്കുന്നത് എനിക്ക് പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ലൈക്ക് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഒരു കോഴ്സാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് ഭയങ്കര ഒരു സ്ട്രഗിളായിരുന്നു. അതെനിക്ക് ശരിക്കും മാതാവ് തന്നതാ. അങ്ങനെ എക്സാം എഴുതി ഞാൻ പാസ്സായി. അടുത്തത് ഞാൻ കോളേജിൽ അഡ്മിഷൻ കിട്ടി. പിന്നെ എൻ്റെ ലോണിൻ്റെ കുറേ പ്രശ്നങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, അതും അല്ല മാതാവ്. അപ്പം ലോണിൻ്റെ ഓരോ ആവശ്യങ്ങൾക്ക് ഞങ്ങൾ എൻ്റെ അമ്മ പോകുന്നുണ്ടെങ്കിലും ഉപ്പെല്ലാം അവിടെ കൊണ്ടുപോയി ബാങ്കിലൊക്കെ ഇട്ടിട്ടാണ് എൻ്റെ അമ്മ പ്രാർത്ഥിക്കാറ്. അങ്ങനെ എനിക്ക് ലോണെല്ലാം സാങ്ഷനായി. എല്ലാം ഒരു ഇതും കൂടാതെ മാതാവ് എനിക്കെല്ലാം സാധിച്ചു തന്നു. അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് അപ്പം എനിക്കറിയാം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളാണെന്ന് അറിയാം. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ പറയും ഓക്കെ എനിക്കിങ്ങനെ ഉണ്ട് പ്രാർത്ഥിക്കണം കേട്ടോ എന്നൊക്കെ പറയും. അപ്പം ഞാൻ ആർക്കും ഇങ്ങനെ പ്രാർത്ഥിക്കാനുണ്ട്. അടുത്ത പ്രേസ് പ്രവർത്തനങ്ങൾ, ഞാൻ പത്രങ്ങൾ എനിക്ക് ആദ്യം ഭയങ്കര മടിയായിരുന്നു പത്രങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ എല്ലാവർക്കും. പക്ഷേ ഞാൻ സ്വയം എളിമപ്പെട്ട്, ഞാൻ ആദ്യം ഒന്നും അങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പിന്നെ കൊടുക്കാൻ തുടങ്ങി. റെയിൽവേ സ്റ്റേഷൻസിൽ, ബസ് സ്റ്റാൻഡ്സിൽ, എൻ്റെ കുട്ടികളുടെ ഇടയ്ക്കാണെങ്കിലും എൻ്റെ ടീച്ചേഴ്സിൻ്റെ ഇടയ്ക്കാണെങ്കിലും ഞാൻ എല്ലാവർക്കും കൊണ്ടേ കൊടുക്കാൻ തുടങ്ങി. വിശ്വസ പ്രമാണം ചൊല്ലി കൊടുക്കും. നമുക്ക് റിജക്ഷൻസ് കിട്ടും. എല്ലാവരും പറയും എനിക്ക് വേണ്ട. ഇപ്പം ഇവരാണെങ്കിൽ ഇങ്ങനെ പുച്ഛിച്ചിങ്ങനെ നോക്കും, ഈ കൊച്ചിന് അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിയില്ല അല്ലെങ്കിൽ ബോധമില്ല എന്നുള്ള ഇതിൽ എനിക്ക് പലതവണ അങ്ങനത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ മാതാവിനെ പ്രതി അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുവാണ്. നമ്മൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രേസ് പ്രവർത്തനം നമ്മൾ ചെയ്യുവാണ്. അപ്പോൾ സ്വയം അത്രയും താന്നിട്ടാണ് ഞാൻ അങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചുകൊണ്ട് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തു. അത് ചെയ്തതുകൊണ്ടാണ് മേ ബി ഇത്രയും റിസൾട്ട്സ് എനിക്ക് കിട്ടി തുടങ്ങിയത്. സ്വയം താന്ന് ഞാൻ അത്രയും ഇത് ചെയ്തതുകൊണ്ട് എനിക്ക് അങ്ങനെ കിട്ടിയത്. അതേപോലെ തന്നെ ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഞാൻ ഇങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിലായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അവിടെ പോവും, രോഗികളെ കാണും, അവർക്കൊക്കെ വേണ്ടിയിട്ട് തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിക്കും, അവരോടൊക്കെ ഞാൻ കൃപാസനത്തിനെ പറ്റി പറയും. അങ്ങനെ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫുഡ്, ഇതൊക്കെ ഞാൻ പോകുമ്പോഴാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ പോകാറ്. ഞാൻ ഒറ്റയ്ക്കല്ല പോകാറ്, അവരെയും കൂടെ ഞാൻ കൊണ്ടുപോകാറ്. അവർക്കും അറിയണം എന്താണ് സംഭവം എന്നുള്ളത്. ഞാൻ അങ്ങനെ തേക്കിങ്ങാട് മൈതാനത്തിൽ കുറേ പേര് ഇങ്ങനെ ഇരിക്കാറുണ്ട്. സോ അവർക്കൊക്കെ പോയിട്ട് ഞാൻ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ എൻ്റെ അമ്മ വർക്ക് ചെയ്യുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ്. സോ അവിടെ ആണെങ്കിലും പോകുമ്പോഴാണെങ്കിലും, ഇപ്പം ഞാൻ ഡോക്ടർ കാണാൻ പോകുമ്പോഴാണെങ്കിലും അവിടെ കുറേ പേര് രോഗികളുണ്ടാവും. സോ ഞാൻ അവർക്കും കൊണ്ടിട്ടാണെങ്കിലും പത്രങ്ങൾ കൊടുക്കാറുണ്ട്. കുറേ പേര് ഒന്ന് ചോദിക്കും കൃപാസന എന്താണ് മോളെ, എന്താ അവിടെ ശരിക്കും ഉള്ളതെന്ന്. അപ്പോൾ എനിക്കും കുറേ പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കുറേ പേരെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിപ്പോൾ എൻ്റെ ബാച്ച്മേറ്റ്സിൻ്റെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ, ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഒരാൾ കൈ നീട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സാക്ഷ്യം പറയാൻ വേണ്ടി ഞാൻ ഈ യൂണിഫോമിൽ തന്നെ ഫുൾ യൂണിഫോമിൽ വന്ന് പറയും എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഫുൾ യൂണിഫോമിൽ വന്ന് സാക്ഷ്യം പറയുന്നത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ആത്മീയമായിട്ട് ഞാൻ അങ്ങനെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നൊരു വ്യക്തിയായിരുന്നില്ല.
പക്ഷെ ഞാൻ കുർബാനയ്ക്ക് എല്ലാ ദിവസവും പോകുമായിരുന്നു. എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കുർബാനയിൽ പങ്കുചേരാൻ വേണ്ടി പറ്റി. കുറച്ചും കൂടെ ഒരു ഇപ്പോൾ ഓരോ പ്രാർത്ഥനയാണെങ്കിലും പാട്ടാണെങ്കിലും ഇമോഷണലി ഞാൻ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവാൻ തുടങ്ങി. എനിക്ക് ലൈക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ട് എനിക്ക് കുർബാന കാണാൻ വേണ്ടി എനിക്ക് പറ്റി, അല്ലെങ്കിൽ ഫീൽ ചെയ്തിട്ട് എനിക്ക് എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റി. കുമ്പസാരാണെങ്കിലും ഞാൻ ഇപ്പോൾ പഠിക്കുന്ന സ്ഥലത്താണെങ്കിലും എനിക്ക് അങ്ങനെ എല്ലാ ദിവസവും കുർബാന കാണാൻ പറ്റില്ല. പക്ഷേ ഞായറാഴ്ച ആണെങ്കിലും എനിക്ക് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ പോയി കുർബാന കാണാറുണ്ട്. ഞാൻ നാട്ടിൽ വരുമ്പോഴാണെങ്കിലും ഞാൻ എപ്പോഴും പോയി കുമ്പസാരിക്കാറുണ്ട്. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും എല്ലാ 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പം ഞാൻ പോയി കുമ്പസാരിക്കാറുണ്ട്. പിന്നെ എനിക്കൊന്ന് ആത്മീയമായ മാറ്റങ്ങൾ, ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. ബൈബിൾ വായിക്കാൻ തുടങ്ങി, പിന്നെ വചനങ്ങൾ പറയാൻ തുടങ്ങി. ഞാൻ മെയിനായിട്ടും അച്ഛൻ്റെ ടോക്സ് കേൾക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ വേണ്ടി തുടങ്ങി. ഇതേപോലെ തന്നെ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ കൊന്ത ചെല്ലാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഭയങ്കരമായി വന്ന മാറ്റം. ഇപ്പം അത് ഞാൻ സിനിമ കാണാൻ ഉപയോഗിച്ച ടൈമായിരുന്നു, അല്ലെങ്കിൽ വേറെ പല റീൽസ് കാണുന്ന സമയമായിരുന്നു. ബട്ട് അതൊക്കെ ഞാൻ കുറച്ചും കൂടെ ഇങ്ങനെ എഫക്റ്റീവായിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി തുടങ്ങി. കൊന്തയിൽ ബിന്ദു സിബി എന്നാണ്. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഈ ആലയത്തിൽ വന്ന് കുമ്പിട്ടതിന് പ്രകാരം എനിക്ക് ലഭിച്ച അനുഗ്രഹത്തെ പ്രതി ഞാൻ എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും അനേകായിരം നന്ദി പറയുന്നു. ഞാൻ 2024 ജനുവരി മാസത്തിലാണ് ഉടമ്പടി എടുത്തത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്മ പറഞ്ഞതിന് പ്രകാരമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഇടയായത്. ഞാനിവിടെ വന്ന് ജസ്റ്റ് ഉടമ്പടി എടുത്തു. വീട്ടിൽ പോയി എന്നും മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ 3 മാസം കഴിഞ്ഞപ്പോൾ ഇതിനെ പുതുക്കുന്നതിനെ പറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ എന്നിട്ട് എന്നും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ബൈബിൾ വായിക്കുന്നു, തീരുന്നിടം വരെ 2 നേരവും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോക്ക് എന്നും പനിയാണ്. എന്നാണെന്നറിയത്തില്ല. ഞങ്ങൾ അടുത്തുള്ള ആശുപത്രികളിലെല്ലാം കൊണ്ട് നടന്നിട്ടൊന്നും കുറയുന്നില്ല. അവർ എല്ലാം ചെക്ക് ചെയ്തിട്ടെല്ലാം ഓക്കെയാണ്, കുഴപ്പമില്ലെന്ന് പറയും. വീട്ടിൽ വരും, 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും പനി. അങ്ങനെയായി ഞങ്ങളിങ്ങനെ മടുത്തു. ഒരു 5-6 മാസം ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞ് ഞങ്ങൾ അവർ പറഞ്ഞു, എന്നാൽ നിങ്ങൾ മെഡിക്കൽ കോളേജിലൊന്ന് കാണിച്ച് നോക്കി, ഇനി എന്നാണെന്നറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ അതിന് പ്രകാരം മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിൽ കിടന്നു അവർ ഇതുപോലെ എല്ലാം ചെക്ക് ചെയ്തു. ഇതുപോലെ പനി, ഇപ്പോഴത്തെ കാലത്തെ പനി എന്നാന്നൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. അത് ചെക്ക് ചെയ്തപ്പോഴും അവിടെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, കൊച്ചിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് അന്നേരം ഞാനിങ്ങനെ മെഡിക്കൽ കോളേജിൽ 8 ദിവസം കിടക്കേണ്ടി വന്ന്. അന്നേരം ഞാൻ ഓർത്ത് ഇതെന്നാ ഇങ്ങനെ മാറാത്തത് എന്ന് പറയുന്നു. അന്നേരം ഞാൻ ഉടമ്പടിയിലാണല്ലോ, പിന്നെ ഞാനിനി പുതുക്കാൻ വന്നിട്ടില്ല, അതുകൊണ്ടാണോ എന്നറിയത്തില്ലല്ലോ എന്നോർത്ത് ഞാൻ അവിടെ ഇരുന്ന് തന്നെ പറഞ്ഞ്, അമ്മേ ഞാൻ ഈ കൊച്ചു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ അവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കിക്കോളാവേ എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഓട്ടോ ചേട്ടൻ ഇവിടെ സ്ഥിരം വരുന്നതാണ്. ആ ചേട്ടൻ്റെ കൂടെ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി. പിന്നെ ഇന്ന് വരെ അങ്ങനെ ഒരു പനിയോ പ്രശ്നങ്ങളോ അവർക്ക് ഉണ്ടായിട്ടില്ല. അത് അമ്മയുടെ അനുഗ്രഹത്താലാണ് ആ പനി മാറിക്കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൊച്ച് ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിനെപ്പറ്റി അവൾ പറയുവേ. എൻ്റെ പേര് അതുല്യ. ഞാൻ +2 കഴിഞ്ഞാണ് ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോയത്. 6 മാസത്തെ കോഴ്സായിരുന്നു. അപ്പം 6 മാസം കൊണ്ട് ജർമ്മൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇഷ്ടംപോലെ സ്ഥലത്ത് ഡേറ്റ് എടുത്തു. ആദ്യം ഡേറ്റ് എടുത്തു, എക്സാം എഴുതി കിട്ടിയില്ല. അന്നേരം അമ്മയെപ്പോലെ തന്നെ ഞാനും ഉടമ്പടിയിലായിരുന്നു. ഞാൻ എടുത്തിട്ടില്ലായിരുന്നു, അമ്മയായിരുന്നു ഉടമ്പടിയെല്ലാം എടുത്ത്. പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും, അച്ഛൻ്റെ പ്രസംഗം കേൾക്കും, രാവിലത്തെ ഡെയിലി ബ്രെഡ് കേൾക്കും, എല്ലാം ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് കിട്ടിയില്ല, എക്സാം എഴുതി കിട്ടിയില്ല. പിന്നെയും ഡേറ്റ് എടുത്തു, കിട്ടിയില്ല. അങ്ങനെ അമ്മ പറഞ്ഞു, എന്നാൽ നമ്മൾ എടുക്കുന്നതിൻ്റെ പ്രശ്നമായിരിക്കും, എന്നാൽ നമുക്ക് ഒന്നും കൂടെ ഉടമ്പടി ഞാനായിട്ട് എടുക്കാം, അപ്പം ഒന്നും കൂടെ ഉടമ്പടി എടുത്ത് പുതുക്കുമ്പോൾ കുഴപ്പമില്ലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വന്നു, ഞാൻ ഉടമ്പടി എടുത്തിട്ട് നമുക്ക് ജർമ്മൻ എക്സാം എഴുതിയവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എക്സാം ഒരു തവണ എഴുതിയാലൊന്നും കിട്ടൂല. അപ്പോൾ ഞാൻ 2 എടുത്ത്, എനിക്കൊരു പേടിയായിട്ട് ഞാൻ 2 എടുത്ത് ഡേറ്റ് എടുത്തു. അന്നേരം അമ്മ പറയുന്നുണ്ടായിരുന്നു, വേണ്ട, ഒരിടത്ത് എടുത്താൽ മതി, നീ എന്താണേലും പാസ്സാവും, ഒരിടത്ത് എടുത്താൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ എന്നിട്ടും അമ്മേ, എന്നാലും എനിക്കൊരു ഉറപ്പില്ല അമ്മ, ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ 2 എടുത്ത് എക്സാമിന് ഡേറ്റ് എടുത്തു. ചെന്നൈയിലും ബാംഗ്ലൂരിലും ആയിരുന്നു ഇങ്ങനെ എടുത്ത്, ഫുൾ മൊഡ്യൂൾ വെച്ച് എടുത്തു. ചെന്നൈയിലെ എക്സാം കുറച്ച് പാടായിരുന്നു. ഞാൻ അന്നേരം എക്സാമിന് കയറിയപ്പോൾ ആണെങ്കിലും തൈലം തൊട്ട് പ്രാർത്ഥിച്ചു,
പിന്നെ നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയി. നമുക്കിവിടുന്ന് കിട്ടിയ കാശ് രൂപമൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അവിടെ എക്സാം എഴുതാർക്ക് അറിയായിരിക്കും നമുക്ക് ഭയങ്കര ക്യാമറ കാര്യങ്ങൾ, സെക്യൂരിറ്റി കാര്യങ്ങളുണ്ട്, ഒന്നും അകത്തോട്ട് കയറ്റാൻ വേണ്ടി പറ്റില്ല. അവരെല്ലാം ചെക്ക് ചെയ്തിട്ടായിരിക്കും കയറ്റി വിടുന്നത്. അപ്പം ഉപ്പ് ഞാൻ പോക്കറ്റിൽ വിതറിയിട്ടാണ് പോയത്. അപ്പം ഞാൻ എക്സാമിൻ്റെ സമയത്ത് ഉപ്പ് ചെറുതായിട്ട് നമ്മുടെ ആൻസർ ഷീറ്റിൽ ഞാനിങ്ങനെ തൂത്തു. ഞാൻ എക്സാം എഴുതി എനിക്ക് പാടായിരുന്നു, എന്നാലും എനിക്ക് പാടായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, അമ്മേ ഇവിടുത്തെ പോയാലും കുഴപ്പമില്ല, ഞാനത് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ എക്സാമിൻ്റെ ഡേറ്റ് എടുത്തിട്ടുണ്ട്, അവിടുത്തെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് എക്സാം എഴുതിയവർക്കറിയാം ചെന്നൈയിലെ എക്സാമിന് റിസൾട്ട് വരുന്നത് ഏകദേശം ഒരു 10-15 ദിവസം എന്താണല്ലോ എടുക്കും. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ആ സമയത്തൊക്കെ ബാംഗ്ലൂർ എക്സാം എടുത്തു, പോയി എഴുതി. എനിക്ക് അവിടുത്തെ വലിയ കുഴപ്പമില്ലായിരുന്നു. എക്സാം എടുത്ത് കഴിഞ്ഞ് 2-3 ദിവസത്തിനൊരു റിസൾട്ട് വന്നു. ഞാൻ ഫുൾ മൊഡ്യൂളും പാസ്സായി. ഞാൻ എടുത്ത ഫുൾ മൊഡ്യൂളും പാസ്സായി. അത് കഴിഞ്ഞൊരു കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ചെന്നൈയിലേയും വന്നു. ഞാൻ ഫുൾ മൊഡ്യൂൾ അവിടെ നിന്നും പാസ്സായി. ഞങ്ങളുടെ യോഗ്യതയിലല്ല, അമ്മയുടെ കൃപയാലാണെന്ന് ഞാൻ 100% ഉറച്ചു വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് എൻ്റെ 4 മാസം മുമ്പ് അതിന് എഴുതിയായിരുന്നു. ഞാൻ 4 മാസം മുമ്പ് എഴുതിയിട്ട് ഒന്നും ജയിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഞാനിവിടെ അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിച്ചാനും വന്നു, വാങ്ങിച്ച് കൊണ്ടുപോയി ഞാൻ എഴുതിയപ്പോൾ എനിക്ക് എക്സാം 4 പ്രാവശ്യം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടും എനിക്കൊന്നും പാസ്സായില്ല. ഇവിടെ വന്നു, അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിച്ചു ഞാൻ പോയി. എനിക്ക് 2ഇടത്തും പാസ്സായി. അത് എൻ്റെ യോഗ്യതയിലല്ല, അമ്മയുടെ കൃപയാലാണെന്ന് ഞാൻ 100% ഉറച്ചു വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പാസ്പോർട്ട് കാണാതെ പോയിട്ടുണ്ടായിരുന്നു. പാസ്പോർട്ട് ഒരു 6 മാസം മുന്നേ കാണാതെ പോയിട്ടുണ്ടായിരുന്നു. ഈ എക്സാമിൻ്റെ സമയത്ത് തന്നെയാണ് ഈ പാസ്പോർട്ടും കാണാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയോട് ഞാൻ അത് വീട്ടിൽ പറഞ്ഞില്ല, എനിക്ക് പേടിയായിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ പാസ്പോർട്ട് ഇതുപോലെ കാണാതെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് മാതാവ് എങ്ങനെയാണെങ്കിലും കൊടുത്തരും എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഈ മനോരമയിൽ പരസ്യം കൊടുക്കുക അങ്ങനെ എന്തൊക്കെയോ ചെയ്യേണ്ട ഒരിതുണ്ടായിരുന്നു. അന്നേരം അമ്മ പറഞ്ഞു, അതൊന്നും നോക്കണ്ട, മാതാവ് കൊണ്ടുതരുമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് ഉടമ്പടി ഞാനായിട്ട് വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു, പാസ്പോർട്ട് ഇന്നടത്തുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്ന്, എനിക്ക് എങ്ങും പോവേണ്ടി വന്നില്ല, എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് എൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിലേക്ക് എത്തിച്ചു അമ്മ. എൻ്റെ യോഗ്യതയിലല്ല, അമ്മയുടെ കൃപയാലാണെന്ന് ഞാൻ 100% ഉറച്ചു വിശ്വസിക്കും. എറണാകുളത്ത് ഞാനൊരു ക്ലാസ്സിനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം അവിടെ കയറണമെങ്കിലൊക്കെ നമുക്ക് പാസ്പോർട്ട് വെച്ച് കാണിച്ചിട്ടേ കയറ്റാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ എങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്ന് അത് മിസ്സായി പോയി. ഞാൻ വീട്ടിൽ വന്നൊന്നും പറഞ്ഞില്ല അമ്മയോട്. എനിക്ക് പേടിയായിരുന്നു, കാരണം പാസ്പോർട്ട് എന്ന് പറഞ്ഞ സാധനമല്ലേ, അത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഓർത്തത് എങ്ങനെയും ആരെങ്കിലും കിട്ടുമായിരിക്കും. ഞാൻ അതിന് ഗ്രൂപ്പിലൊക്കെ ചോദിക്കുന്നുണ്ടോ, ആരും ഒന്നും തന്നില്ല. ഞാൻ എൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഇട്ട് ചോദിക്കുന്നുണ്ട്. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, പാസ്പോർട്ട് ഇന്നടത്ത് ഇരിപ്പുണ്ട്. ആരാ എന്താണെന്ന് പോലും എനിക്ക് ഇതുവരെയായിട്ടും എനിക്കറിയില്ല. നമ്പർ എവിടെ നിന്ന് കിട്ടിയത് പോലും എനിക്കറിയില്ല. എൻ്റെ അഡ്രസ്സ് മാത്രമേ എൻ്റെ പാസ്പോർട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ, നമ്പർ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ വിളിച്ച് എൻ്റെ കയ്യിൽ ആ കൊച്ചു കൊണ്ട് തന്നു. പിന്നെ എനിക്ക് അടുത്തായിട്ട് പറയാനുള്ള, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനാണ്, പുള്ളി വന്നിട്ടില്ല. അതുകൊണ്ട് ഞാനത് കൂടുതലായിട്ടും ഭർത്താവുമായിട്ട് വന്നിട്ട് ഞാൻ നിങ്ങളുടെ മുന്നേ സാക്ഷ്യം പറയുന്നതായിരിക്കും. പിന്നെ എൻ്റെ വീട് ഹൈ റേഞ്ചിലാണ്. ഞങ്ങളിപ്പോൾ പിള്ളേരുടെ ആവശ്യത്തിനായിട്ട് കോട്ടയത്താണ് താമസിക്കുന്നത്. ഹൈ റേഞ്ച് വാഗമണ്ണിലാണ് ഞങ്ങൾ എന്നെ കെട്ടിച്ച് അയച്ചേക്കുന്നത്. ഞങ്ങളിപ്പം പാമ്പാടിലാണ് താമസിക്കുന്നത്. അവിടെ കുന്നിൻ്റെ മണ്ടയിലാണ്, സ്ഥലവും ഉണ്ടെന്ന് പറഞ്ഞാലും വഴിയില്ല, വെള്ളമില്ല, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ വീടുള്ള സ്ഥലത്ത്. ഞാൻ എന്നും ആഗ്രഹിക്കുന്നതാണ്, എൻ്റെ ദൈവമേ എനിക്ക് വഴിയരികിൽ ഒരു 10 സെൻറ്റ് സ്ഥലം മേടിച്ച് എനിക്കൊരു വീട് വെക്കാൻ സാധിക്കണേ എന്നെന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങൾ പാവങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ള നിവൃത്തിയില്ല. പിള്ളേരും കുഞ്ഞുങ്ങളാണ്, എനിക്കും പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. ഞാനൊരു കടയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള വരുമാനം കൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത്. അപ്പോൾ അതൊരിക്കലും അങ്ങനെ ഒരു 10 സെൻറ്റ് സ്ഥലം മേടിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ സ്വപ്നങ്ങളിൽ മാത്രമേ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, സ്ഥലം മേടിക്കാൻ പറ്റുള്ളൂ. അവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത്, ഞാൻ 3ാമത് ഉടമ്പടി എടുത്തപ്പം എനിക്ക് 10 സെൻറ്റ് സ്ഥലം മേടിക്കാൻ പറ്റി. അതിൻ്റെ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ അത് ഞാൻ അവിടെ വീട് വെച്ചിട്ട് വന്നിട്ട് ഞാൻ സാക്ഷി ഇവിടെ വന്ന് പറയുന്നതായിരിക്കും നിങ്ങളുമായിട്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി എന്ന് പറയാൻ, ഞങ്ങൾ ഒരു കടയിലാണ് ജോലി ചെയ്യുന്നത്. അന്നേരം അതിലെല്ലാവരും ആൾക്കാരെല്ലാം വന്ന് സഹായം ചോദിക്കുന്നതാണ്. എന്നാൽ കഴിയുന്ന സഹായം ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ, എനിക്ക് മാസം ശമ്പളം കിട്ടുമ്പം അതിൽ നിന്നും ഒരു തുക പാവപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ അനാഥാലയത്തിൽ ഞാനും എൻ്റെ കൊച്ചും കൂടെ പോയി അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. ആശുപത്രികളിൽ പോയി രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും രാവിലെ കേൾക്കാറുണ്ട്. സാക്ഷ്യങ്ങൾ കേൾക്കുകയും അതുപോലെ തന്നെ ഞങ്ങൾ ഡെയിലി ബ്രെഡ് കേൾക്കുകയും അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ
ബൈബിള് എന്നും അരമണിക്കൂർ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്ന അരമണിക്കൂറല്ല, അതിൽ കൂടുതൽ സമയം അമ്മയോട് പ്രാർത്ഥിച്ച് സമയം പോകുന്നത് പോലും അറിയത്തില്ല. പിള്ളേരെന്നാലും വഴക്ക് പറയും, അമ്മയെ സമയം ഒത്തിരി എഴുന്നേരെന്ന് പറയുമ്പോഴാണ് ഞാൻ സമയം ഒത്തിരി ആയല്ലോ എന്ന് പോലും അറിയുന്നത്. അമ്മയോട് നമുക്ക് പറഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ തീരുകലാത്ത പോലെ കാര്യങ്ങൾ ഞാൻ വൈകിട്ട് അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ്. അമ്മയുടെ അനുഗ്രഹത്താലാണ് ഞാൻ എൻ്റെ കുടുംബവും നിലനിന്ന് പോകുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനിയും ഞങ്ങളുടെ ജീവിതാവസാനം വരെ അമ്മയുടെ സ്നേഹത്തിൽ നിലനിൽക്കാനാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും ആഗ്രഹം. അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാകും. ക്ഷീണത്തിൻ്റെ സാക്ഷികളാക്കി ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷി പറയാൻ ഇടയാക്കിയതിന് എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തുടങ്ങുന്നു. എൻ്റെ പേര് രശ്മി, ഇത് ഹസ്ബൻഡ് സിജു, ഇത് മക്കൾ മോൾ സേറ, ഇത് മോൻ സ്റ്റീവ്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞങ്ങൾ ജാക്കബേറ്റ് ഇടവാംഗങ്ങളാണ്. ഞങ്ങൾ രണ്ടുപേരും നഴ്സിംഗ് പ്രൊഫഷനാണ്. ഞങ്ങൾ 10 വർഷമായി കുവൈറ്റിലായിരുന്നു. 2024 മാർച്ചിലാണ് ഞാൻ റിസൈൻ ചെയ്ത് നാട്ടിലെത്തിയത്. അത് ന്യൂസിലാൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. 2023 ജൂണിലാണ് ഞാൻ ആദ്യമായി കുവൈറ്റിൽ വെച്ച് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അതെൻ്റെ ഹസ്ബൻഡ് രോഗസൗഖ്യത്തിന് വേണ്ടിയായിരുന്നു. അത് ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. 2024 മാർച്ചിൽ ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിനുശേഷം എനിക്ക് ഓഗസ്റ്റിൽ ന്യൂസിലാൻഡിലേക്ക് പോകേണ്ട സമയമായി. അപ്പോൾ ഞാൻ ജൂലൈയിൽ വന്ന് അതുവരെ ഞങ്ങൾ ഉടമ്പടിയിൽ ജീവിതത്തിലായിരുന്നു. ജൂലൈയിൽ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിപ്പിച്ച് അച്ഛൻ എനിക്കൊരു മാതാവിൻ്റെ ലോക്കറ്റ് തന്നു. അതിപ്പോഴും എൻ്റെ കഴുത്തിലുണ്ട്. പ്രാർത്ഥനയും സ്വീകരിച്ചിട്ട് ഞാൻ ഓഗസ്റ്റിൽ ന്യൂസിലാൻഡിലേക്ക് പോയി. ഞാൻ ക്യാബ് കോഴ്സ് ചെയ്ത് അവിടുത്തെ രജിസ്ട്രേഷൻ എടുത്തിട്ട് വേണമായിരുന്നു ഞാൻ അവിടെ ജോലിക്ക് അപ്ലൈ ചെയ്ത് എനിക്ക് ജോലി ലഭിക്കാനായിട്ട്. അങ്ങനെ ഞാൻ ഓഗസ്റ്റിൽ പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്ന കാര്യം മാതാവിനോട് ഈശോയോടും എനിക്ക് അവിടെ ചെല്ലുമ്പോഴും ഇതേപോലെ എന്നും ദിവ്യബലിയിൽ പങ്കെടുക്കുവാനും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും എനിക്കൊരു വീട് ഒരുക്കി തരണമേ എന്നുള്ളതായിരുന്നു എൻ്റെ പ്രാർത്ഥന. പോലെ തന്നെ എനിക്ക് അവിടെ ചെന്നപ്പോൾ ഒരു ഫാമിലിയുടെ കൂടെയാണ് ഞാൻ താമസിച്ചിരുന്നത്. അതുപോലെ തന്നെ എനിക്കൊരു വീട് അവിടെ ഒരുക്കി തന്നു. അവരുടെ കൂടെ എനിക്ക് എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകുവാനും ഞങ്ങൾ കുടുംബമായിട്ടായിരുന്നു വൈകുന്നേരം ഇരുന്ന് ജപമാല ചൊല്ലുന്നതും പ്രാർത്ഥന ചൊല്ലുന്നതും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരും എൻ്റെ കൂടെ രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കുടുംബനാഥനായ ചേട്ടൻ പ്രാർത്ഥന ഏറ്റെടുത്ത് ചൊല്ലുകയും വൈകുന്നേരത്തെ ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലുകയും ഞങ്ങളുടെ കുടുംബ ജപമാലയ്ക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് കൃപാസന ഉടമ്പടി പ്രാർത്ഥനയും ഞങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചു. അത് എനിക്ക് വലിയ സന്തോഷമായിരുന്നു. കാരണം അവരും കൂടെ ആ പ്രാർത്ഥനയിലോട്ട് ജോയിൻ ചെയ്തു. അവർക്കും മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ തുടങ്ങി. അവിടുത്തെ മക്കൾ സ്കൂളുകളിൽ എക്സാമിന് പോകുമ്പോഴും അവർ ഡ്യൂട്ടിക്ക് പോകുമ്പോഴും ഒക്കെ ഞാൻ കൊണ്ടുപോയ ഉടമ്പടി തൈലവും ഉപ്പുമൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ക്യാബ് കോഴ്സ് 1 മന്ത് കഴിഞ്ഞ് ഞാൻ അവിടുത്തെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷന് ശേഷം ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തു. അവിടെ 1 മാസത്തോളം ഞാൻ അപ്ലൈ ചെയ്തു. എല്ലാം റിജക്ഷൻ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അവിടെ അന്ന് നഴ്സുമാർക്ക് നോ വേക്കൻസി ആയിരുന്നു. എനിക്കെങ്ങും കിട്ടിയില്ല. ഞാൻ അതിനിടയിലും അപ്ലൈ ചെയ്യുന്നതിനിടയിലും എൻ്റെ പ്രാർത്ഥനയും രാവിലത്തെ പ്രാർത്ഥനയും വൈകുന്നേരത്തെ പ്രാർത്ഥനയും എൻ്റെ ഉടമ്പടി ധ്യാനവും ജപമാലയും എല്ലാം ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 1 മാസത്തോളം ഞാൻ അപ്ലൈ ചെയ്തു. എനിക്കൊന്നും കിട്ടിയില്ല. എല്ലാം റിജക്ഷൻസാണ്. നഴ്സുമാരായിരുന്നവർക്കറിയാം ആ സമയത്ത് ഭയങ്കര ക്രൈസിസ് ആയിരുന്നു. ആർക്കും ജോലി കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്നേരം അവിടെ. അങ്ങനെ ഞാൻ 1 മാസത്തോളം അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുത്തു. അങ്ങനെ ഓസ്ട്രേലിയക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഇവിടെ നിന്ന് എടുത്തിട്ട് പോയ ഉടമ്പടിയുടെ 90 ഡേയ്സ് കാലാവധി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഒക്ടോബർ ലാസ്റ്റൊക്കെ ആയപ്പോൾ ഒരു ഇൻ്റർവ്യൂ കോൾ ഓസ്ട്രേലിയയിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. ഞാനത് അറ്റൻഡ് ചെയ്തു. പക്ഷേ എനിക്കത് കിട്ടിയില്ല. പിന്നീട് എനിക്ക് മനസ്സിലായി മാതാവ് ഈശോ എന്നെ അടുത്ത ഇൻ്റർവ്യൂ സെക്ഷനിലേക്ക് എന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയായിരുന്നു എനിക്ക് ആ ഇൻ്റർവ്യൂ കോൾ തന്നതെന്നുള്ളത്. 90 ഡേയ്സ് എൻ്റെ ഉടമ്പടി കാലാവധി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇന്ന് നവംബർ 8 രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ഓൺലൈനിൽ എൻ്റെ ഉടമ്പടി പുതുക്കി. അന്ന് ഉച്ചയ്ക്ക് എനിക്ക് ലിസ്മോർ പബ്ലിക് ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കൊരു ഇൻ്റർവ്യൂവിൻ്റെ ലിങ്ക് വന്നു. നവംബർ 14 എൻ്റെ ഇൻ്റർവ്യൂ. ഞാൻ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ ഉടമ്പടി തൈലം എൻ്റെ നാവിന്മേൽ പുരട്ടി. ഉപ്പ് ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ എൻ്റെ ഉപ്പ് വിതറി. എൻ്റെ ഒരു കയ്യിൽ ജപമാല, ലാപ്ടോപ്പിൻ്റെ അപ്പുറം ഇപ്പുറം ഉടമ്പടി തൈലം, ബൈബിൾ, കൃപാസന പത്രം എല്ലാം വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ആ സമയത്ത് എൻ്റെ ഫാമിലി ഇവിടെ
കൃപാസനത്തിലുണ്ടായിരുന്നു. അവരിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തു. എനിക്ക് ഇൻ്റർവ്യൂ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. എനിക്കൊരു ലാഗ് വരാനോ ഒരു മിനിറ്റ് പോലും എനിക്ക് സ്റ്റോപ്പ് ചെയ്യാനോ ഒന്നും എനിക്ക് അവിടെ എൻ്റെ മാതാവ് ഇടവരുത്തിയില്ല. 100% കോൺഫിഡൻസിലൂടെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവരുടെ ക്വസ്റ്റ്യൻസ് പ്രൊഫഷണൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചതിന് ശേഷം ഞാൻ ആൻസർ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റോളം ഞങ്ങൾ ക്യാഷ്വൽ ടോക്കായിരുന്നു. എൻ്റെ ഫാമിലിയെ പറ്റിയും ക്യാഷ്വൽ ടോക്കായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഫാമിലിയെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഈ ജോലി കിട്ടുമെന്നുള്ളത് എനിക്ക് ഉറപ്പായി. എൻ്റെ ഉള്ളിലിരുന്ന് എന്നോട് പറയുന്നുണ്ട് ഈ ജോലി നിനക്ക് വേണ്ടിയുള്ളതാണെന്നുള്ളത്. എന്നിട്ട് ഞാൻ ജനുവരി ആയപ്പോൾ ഞാൻ കാരണം എൻ്റെ 6 months പീരീഡ് കഴിയുമായിരുന്നു. എൻ്റെ വിസ എക്സ്പയർ ആവും. സോ ഞാൻ ന്യൂസിലാൻഡിൽ തിരിച്ച് നാട്ടിൽ വന്നു. ജനുവരി നാട്ടിൽ വന്നു. ഞാൻ ഇവിടെ വന്നു. വീണ്ടും എൻ്റെ ജനുവരി 9 എൻ്റെ ഉടമ്പടി പുതുക്കി. അന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് മാതാവിനെ വഹിച്ചുകൊണ്ട് എനിക്ക് വാഗ്ദാന പേടത്തിലേക്ക് പോകാനുള്ളൊരു ഭാഗ്യം എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നു. ഫെബ്രുവരി 14 ആയപ്പോൾ ഞാൻ എൻ്റെ ഓഫർ ലെറ്റർ റിസീവ് ചെയ്തു. ഓഫർ ലെറ്ററിൽ എൻ്റെ മാതാവ് എനിക്ക് ജോലിയുടെ കൂടെ ഹോസ്പിറ്റലുകാർ പ്രൊവൈഡ് ചെയ്തത് PR വിസയായിരുന്നു. അത് എൻ്റെ അമ്മയും ഈശോപ്പം എനിക്ക് ചെയ്ത വലിയൊരു അനുഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഈ നവംബർ 20 അതിനിടയിൽ ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നു. ഈ നവംബർ 20th ഞങ്ങളുടെ വിസ ഗ്രാൻഡായി ഞങ്ങൾക്കത് കിട്ടി. ഈ ജാനുവരി 12th ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് ഞങ്ങൾ മൂവ് ആവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വിസ ഹോസ്പിറ്റലിലേക്ക് അയച്ചു കൊടുത്തപ്പോൾ ഞാൻ വിസ കൊടുക്കുന്നതിന് എൻ്റെ ബാച്ചിന് മുമ്പ് വരെ ഹോസ്പിറ്റലുകാർ പ്രൊവൈഡ് ചെയ്യുന്നത് 3 മാസത്തേക്കുള്ള ഹോസ്പിറ്റൽ അക്കോമഡേഷൻ തരുമായിരുന്നു. സോ ഫാമിലി ആയിട്ട് പോകുമ്പോഴും നമുക്ക് ഹോസ്പിറ്റൽ അക്കോമഡേഷനിൽ 3 മാസം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ വീട് കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വീട് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം ഹോസ്പിറ്റലുകാർ കാൻഡിഡേറ്റ്സിന് മാത്രമേ അക്കോമഡേഷൻ കൊടുക്കുകയുള്ളൂ എന്നുള്ളത് എനിക്ക് ഇമെയിൽ വന്നു. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അമ്മയോടും ഈശോയോടും ചോദിച്ചു, അമ്മ എനിക്ക് തന്ന ജോലിയാണ്, അമ്മ എനിക്ക് തന്ന PR വിസയാണ്, എനിക്കെൻ്റെ ഫാമിലിയെ കൂടെ കൊണ്ടുപോയേ പറ്റുള്ളൂ. ഒരമ്മയ്ക്ക് മാത്രമേ വേറൊരു അമ്മയുടെ വിഷമം മനസ്സിലാവുള്ളൂ. ഞാൻ എൻ്റെ അമ്മയോടും ഈശോയോടും കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്കെൻ്റെ മക്കളെ എൻ്റെ ഫാമിലിയെ വിട്ടിട്ട് പോകാൻ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ഡിസംബർ 7-ാം തീയതി മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം എനിക്കിവിടെ വരാൻ സാധിച്ചില്ല. പക്ഷേ ഞാൻ അവിടെ നിന്ന് ലൈറ്റ് ക്യാനിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മയുടെ അൾത്താരുടെ മുമ്പിൽ വന്ന് എനിക്ക് അത്ഭുതകരമായ ഒരു സാക്ഷി എനിക്ക് കുടുംബമായിട്ട് പറയണം. അതിന് എൻ്റെ അമ്മ എനിക്കൊരു വീട് ഒരുക്കി തന്നേ പറ്റുള്ളൂ, എനിക്ക് എൻ്റെ മക്കളുമായിട്ട് പോകണം. അങ്ങനെ ഞാൻ അവിടുത്തെ ഒരു നിയമം വെച്ച് നമുക്ക് ഒരു വീടിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ജോലിക്ക് കയറി അവിടുത്തെ സാലറി സ്ലിപ്പ് 2 സാലറി സ്ലിപ്പൊക്കെ അതിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്കവിടെ വീട് കിട്ടുകയുള്ളൂ. അത് നമുക്ക് നാട്ടിൽ നിന്ന് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തോ ഒരു വീട് കണ്ടു, എൻ്റെ മനസ്സിൽ പറഞ്ഞു നീ അത് അപ്ലൈ ചെയ്യാൻ. ഞാൻ എന്തോ അത് കയറി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കതിൽ വീട് പോയി കാണാനുള്ള ടൈമും ഡേറ്റും വരും. അങ്ങനെ എനിക്ക് ഇമെയിൽ വന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെയുണ്ട്, അവളും ഈ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്ന കുട്ടിയാണ്. അവൾ 10 വർഷമായിട്ട് എന്നോട് കുവൈറ്റിൽ വർക്ക് ചെയ്തതാണ്. ഞാൻ അവളോട് ചോദിച്ചു, ഇതേപോലൊരു വീടിൻ്റെ ഉണ്ട്, നീ എനിക്ക് വേണ്ടി ഒന്ന് ഇൻസ്പെക്ഷന് പോകാമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ സന്തോഷപൂർവ്വം അത് സ്വീകരിച്ച് അവൾ എനിക്ക് വേണ്ടി ആ വീട് പോയി കണ്ടു. അതിന് ഞാൻ അവളെ മാതാവിൻ്റെ സന്നിധിയിൽ ഓർത്ത് അവളെ കുടുംബത്തിന് നന്ദി പറയുന്നു. അവൾ ആ വീട് പോയി കണ്ടു. വീട് പോയി കണ്ടപ്പോൾ അവളുടെ പ്രോപ്പർട്ടി മാനേജർ, അവർക്ക് വീട് കൊടുത്ത അതേ പ്രോപ്പർട്ടി മാനേജർ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരോട് സംസാരിച്ചു, നോക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും അവൾ എന്നെ വിളിച്ച് പറഞ്ഞു, പ്രതീക്ഷ വെക്കണ്ട, കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. അപ്പോഴും ഞങ്ങൾ കുടുംബമായി പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. ആ ഏജൻറ്റുകാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന അനുസരിച്ചാണ് ഓണർ നമുക്ക് വീട് തരികയുള്ളൂ. അവരാദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കൊടുത്ത് 2 ഇംഗ്ലീഷുകാരുടെ പേരുകളായിരുന്നു. എന്തോ മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹത്താൽ ആദ്യം അവൾ എന്നെ വിളിച്ച് പറഞ്ഞു, നമുക്ക് ആ വീട് കിട്ടില്ല രശ്മി എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, ദൈവത്തിൻ്റെ ഇഷ്ടമുണ്ടെങ്കിൽ അത് കിട്ടട്ടെ. പിറ്റേ ദിവസം അവളെന്നെ വിളിച്ചു പറഞ്ഞു, ആ ഓണറിന് ഇംഗ്ലീഷുകാർക്ക് കൊടുക്കാൻ താല്പര്യമില്ല, അവർക്ക് വേറെ ആൾക്കാർക്കാണ് കൊടുക്കാൻ താല്പര്യം. സോ വീണ്ടും പ്രതീക്ഷയായി. അപ്പോഴും ഞാൻ പറഞ്ഞു, മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ ആ വീട് നമുക്ക് കിട്ടും. 15-ാം തീയതി എൻ്റെ മോൻ്റെ ഈ ജനുവരി 26-ന് പാസ്പോർട്ടിൻ്റെ 6 monthsന് മുമ്പ് ട്രാവൽ ചെയ്യണം. സോ ജനുവരി 26 മുമ്പ് അവൻ ട്രാവൽ ചെയ്യണം. സോ അല്ലെങ്കിൽ അവൻ്റെ പാസ്പോർട്ട് എനിക്ക് റിന്യൂ ചെയ്യാൻ കൊടുക്കണം. അവൻ കുവൈറ്റിൻ്റെ പാസ്പോർട്ട് ആയതുകൊണ്ട് അത് കൊടുത്താൽ ഒത്തിരി ഡിലേ ആവും കിട്ടാനായിട്ട്. സോ എനിക്ക് ജനുവരി 16 അവന് ഞങ്ങൾ പാസ്പോർട്ടിന് റിന്യൂ ചെയ്യാൻ വേണ്ടി ഡേറ്റ് എടുത്തേക്കാണ്.
സോ എനിക്ക് ജനുവരി ഡിസംബർ 15th. സോ എനിക്ക് ഡിസംബർ 13th ആയപ്പോൾ എനിക്ക് ഏജൻറ്റിൻ്റെ മെയിൽ വന്നു, നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രൊഫഷൻ എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട്. സോ ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ നേഴ്സാണ്, ഹസ്ബൻഡ് നേഴ്സാണ്. അത് കഴിഞ്ഞിട്ട് ജനുവരി 16th ആയിരുന്നു ഇവൻ്റെ പാസ്പോർട്ട് റിന്യൂവലിന് പോകേണ്ട ഡേറ്റ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവേ നീ എനിക്ക് വീട് തരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ജനുവരി 15th എനിക്കൊരു ഉത്തരം തരണം. ജനുവരി 15th രാവിലെ എനിക്ക് മെയിൽ വന്നു, നിങ്ങളുടെ അപ്ലിക്കേഷൻ ഓണർ അക്സെപ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് ആ വീട് തരാൻ അവർ വില്ലിങ് ആണെന്ന് പറഞ്ഞുകൊണ്ട്. സോ ഞങ്ങൾ ഒത്തിരി നന്ദി പറഞ്ഞു. ആ നിമിഷം തന്നെ ഞങ്ങൾ തിരി കത്തിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ആ വീട് കിട്ടി. എൻ്റെ ആ ഫ്രണ്ട് ഞങ്ങൾക്കുള്ള സാധനങ്ങളും കുറേയൊക്കെ അവരവിടെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഞങ്ങൾ ജനുവരി 12th ഞങ്ങൾ യാത്രയാവുകയാണ് ഓസ്ട്രേലിയയിലേക്ക്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ പുതിയ വീട്ടിലേക്ക്. ഇത്രയും ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഒരുക്കി തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ദേവമാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സിജു. ആദ്യമായിട്ട് ആണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. കൃപാസനത്തെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് എൻ്റെ വൈഫിൽ നിന്ന് തന്നെയാണ്. പക്ഷേ സ്വാഭാവികമായിട്ട് ആ ഒരു ടൈമിൽ ഞാൻ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ എന്ന് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞാലും വൈഫിനെ കളിയാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഇത്. സോ അങ്ങനെ കളിയാക്കിയ ഞാൻ, എന്നെ മാതാവ് ഇവിടെ കൊണ്ടുവന്ന് കളിയാക്കി എന്നെക്കൊണ്ട് സാക്ഷ്യം പറയിക്കുന്നുണ്ടെങ്കിൽ ആ മാതാവ് അത്രയും വലിയ മാതാവാണ്. എനിക്ക് കിട്ടിയ 2 മാതാവിൻ്റെ പ്രസൻസും 2 അനുഗ്രഹങ്ങളുമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞങ്ങൾ 2022 ഏപ്രിൽ കുവൈറ്റിലാണ് ഉണ്ടായിരുന്നത്. നാട്ടിൽ വന്ന് റൂട്ടീൻ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമായിരുന്നു. സോ അങ്ങനെ റൂട്ടീൻ ഹെൽത്ത് ചെക്കപ്പ് ചെയ്തപ്പോൾ അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ അതിൽ റൂൾ ഔട്ട് ചെയ്തത് റൈറ്റ് കിഡ്നി യൂറിട്രും എല്ലാം ഫുൾ സ്റ്റോണാണ്. പക്ഷേ എനിക്ക് ഒരു തരത്തിലും ഒരു സിംറ്റംസ് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഇല്ല. കാരണം അത്രയധികം സ്റ്റോൺ ഉണ്ടായിരുന്നു. 22 mm 18 mm മൾട്ടിപ്പിൾ സ്റ്റോണായിരുന്നു, യൂറിറ്റിലും ഉണ്ടായിരുന്നു. അങ്ങനെ അർജൻറ്റായിട്ട് സർജറി കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചു പോയി. അപ്പോൾ ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നഴ്സുമാരാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പുറത്തേക്ക് പോകാൻ വേണ്ടി OET എഴുതാൻ സർജറി കഴിഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ 3 മൊഡ്യൂൾ കിട്ടി. ഒരെണ്ണം പോയപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വിഷമം ഉണ്ടാവും. അതും കൂടി കിട്ടിയിരുന്നെങ്കിൽ ഓൾറെഡി വൈഫിന് കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് വിത്തിൻ 2-3 months ഞങ്ങൾക്ക് പോകാമായിരുന്നു. പക്ഷേ എനിക്കത് പിന്നെ മനസ്സിലായി അത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നെന്ന്. കാരണം അത് ഫെയിലായി. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് ഫോളോ അപ്പ് ചെയ്തപ്പോൾ വീണ്ടും യൂറിറ്ററിൽ സ്റ്റോണാണ്. വീണ്ടും സർജറി ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും പോയിട്ട് എഴുതി. ഒരു മൊഡ്യൂൾ മാത്രം കിട്ടുന്നില്ല. അങ്ങനെ 4 സർജറി ടോട്ടൽ ചെയ്തു. 4 സർജറി ചെയ്തു. അപ്പോഴും OETയും കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഒരു പ്ലാനിലുണ്ട്. അപ്പോൾ ഉടമ്പടി എടുക്കണം. അങ്ങനെ ഞാൻ 2023 ഓഗസ്റ്റിൽ 8-ാം തീയതി ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് വിത്തിൻ 28 days എൻ്റെ OET റിസൾട്ട് വന്നു. ഞാൻ അടുപ്പിച്ച് 2 വട്ടം കൂടി എഴുതിയായിരുന്നു. ആ 2 എക്സാമും ഞാൻ ക്ലിയറായി. പിന്നെ അത് കഴിഞ്ഞ് നവംബറിൽ അച്ഛൻ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം അച്ഛനെ കാണാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി. അച്ഛൻ കിഡ്നി ആ സൈഡിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അച്ഛൻ പറഞ്ഞു, ഇനിയൊരു സർജറിയുടെ ആവശ്യം നിനക്ക് വരില്ല എന്ന് പറഞ്ഞു. അതിൽ പിന്നെ സത്യമാണ്, ഇതേവരെ എനിക്കൊരു സർജറി ചെയ്യേണ്ട വന്നിട്ടില്ല. പക്ഷേ സ്റ്റോണുണ്ട്, സ്റ്റോണ് ചെറുതായിട്ടുണ്ട്. പക്ഷെ അതൊരു ദൈവത്തിൻ്റെ ഗിഫ്റ്റാണെന്ന് ഞാൻ പറയും. കാരണം ചിലപ്പോൾ എല്ലാ അസുഖവും മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ദൈവത്തെ മറന്നുപോകും. സോ അതൊരു ഗിഫ്റ്റ് ഓഫ് ഗോഡായിട്ട് കണക്കാക്കുന്നു. പക്ഷേ എനിക്കൊരു വേദനയോ അല്ലെങ്കിൽ അതുകൊണ്ട് കിഡ്നിക്ക് ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഇപ്പം ഇല്ല. ആ ഒരു ഉടമ്പടി എടുത്ത് ആ ഒരു 1 month സെപ്റ്റംബറിൽ മാതാവിൻ്റെ പെരുന്നാളാണ്. ആ 8 ദിവസവും എനിക്ക് മാതാവിനെ അനുഭവിക്കാൻ ഉള്ളൊരു ഇതാണ്, ആ ഒരു പ്രസൻസ്. നമുക്കത് എനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല. ആ 8 ദിവസവും എനിക്ക് തോന്നുന്ന ഒരു 8 ദിവസം 8 നോമ്പിൽ ഒരു 5-6 ഓട്ടമൊക്കെയാണ് ഇതുവരെ പോയിട്ടുള്ളൂ. പക്ഷേ 8 ദിവസവും ഞാൻ വൈഫും കൂടിയിട്ട് പ്രാർത്ഥനയ്ക്ക് പോയി. അന്നേരം ഒരു പ്രത്യേക ഒരു സ്പിരിറ്റായിരുന്നു. എന്താണെന്ന് എനിക്ക് അല്ല, മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം. അത്
ആ സ്പിരിറ്റ് എനിക്ക് കിട്ടിയത്. ആ 8 ദിവസവും 8 സ്ഥലത്തായിരുന്നു, കാരണം കുവൈറ്റിൽ പലയിടത്താണ് കുർബാന. 8 ദിവസവും ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയി. അതിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഞാൻ മാതാവിൻ്റെ പ്രസൻസ് അനുഭവിച്ച ആളാണ്. രണ്ടാമതായിട്ട് ഞാൻ എൻ്റെ ഒരു എക്സാമിന് ന്യൂസിലാൻഡ് ഓസ്കി എക്സാമിന് വേണ്ടിയിട്ട് ന്യൂസിലാൻഡ് പോയപ്പോഴായിരുന്നു എനിക്ക് ഇത് അറിയുമെന്നറിയില്ല. ഒരു 4 to 5 lakhs നമുക്ക് ആ എക്സാമിന് ചിലവ് വരും മൊത്തത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പോകുന്നതിന് മുമ്പ് വരെ ഒരു വീക്കിലി ഒരു 80 ആൾ എഴുതിയാൽ ഒരു 20-ന് താഴെ മാത്രമേ ജയിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം ഫെയിലാണ്. അങ്ങനെയായിരുന്നു ആ ഒരു ടൈമിൽ. ഞാൻ അവിടെ ചെന്ന് ഒരാഴ്ച ട്രെയിനിങ്ങിന് വേണ്ടി ചെന്നു. രണ്ടാമത്തെ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി ഇത് മുന്നോട്ട് പോവില്ല. വൈകിട്ട് വന്ന് ഞാൻ വൈഫിനെ വിളിച്ച് പറഞ്ഞു, നടക്കും തോന്നുന്നില്ല, എനിക്കിപ്പോൾ ഒരു ഫ്ലൈറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ തിരിച്ച് വന്നേനെ, വെറുതെ പൈസ കളയണ്ടല്ലോ എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, മാതാവിൻ്റെ കാശുരൂപവും ഉപ്പും എല്ലാം കൊണ്ടാണ് പോയത്. അപ്പോൾ അത് വെച്ച് ധൈര്യമായിട്ട് പൊക്കോ, റിസൾട്ട് എന്തായാലും മാതാവ് കാത്തുകൊള്ളും എന്ന് പറഞ്ഞു. സോ ആ പിറ്റേ ദിവസം, മൂന്നാമത്തെ ദിവസം ഞാൻ 2 ദിവസം എന്നെക്കൊണ്ട് ഒന്നും നടന്നില്ല. മൂന്നാമത്തെ ദിവസം ആ തൈലം എൻ്റെ നാക്കിൽ പുരട്ടിയിട്ട് ഞാൻ സ്റ്റേഷൻ പെർഫോം ചെയ്തപ്പോൾ അത്ഭുതം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല, അത്ര നന്നായിട്ട് ഞാൻ പെർഫോം ചെയ്തു. ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് എക്സാം എഴുതാൻ പോയി. ഞാൻ ഈ സാക്ഷ്യങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്, ഈ കാശുരൂപം നമുക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ ലെറ്ററിൽ സൈൻ ചെയ്ത് കൊടുക്കണം. ഒരു ചെയിനോ ഒരു റിങ്ങോ ഒന്നും തന്നെ നമുക്ക് അകത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഈ കാശുരൂപം എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോകണം എന്നുണ്ട്. അപ്പോൾ ഞാൻ സാക്ഷ്യങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്, ഈ നമ്മുടെ ബനിയനിലൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഉണ്ട്. അങ്ങനെ ഞാനും ചെയ്തു, ഞാനും പോയി. എനിക്ക് 1% പോലും ഭയം എന്നുള്ള ഒരു ആ എക്സാമിന് ഇരുന്നപ്പോൾ ഇല്ലായിരുന്നു. അത് എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് എനിക്ക് 100% മനസ്സിലായ ഒരു സമയമായിരുന്നു. ആദ്യം കയറി 5 സ്റ്റേഷനും അവിടെ ഇരുന്ന എക്സാമിനർ പോലും അത്രയ്ക്കും മീൻസ് ഇവൻ എവിടെ നിന്ന് വരുന്നു ഇങ്ങനെ ഒരു കോൺഫിഡൻസിൽ സംസാരിക്കാൻ, ആ ഒരു ഇത് അവരുടെ മുഖത്ത് എനിക്ക് കാണാൻ പറ്റുമായിരുന്നു. ഞാൻ പാസ്സാവോ ഫെയിലാവോ എന്ന് ഞാൻ മൈൻഡ് ചെയ്തില്ല. പക്ഷേ എനിക്ക് ആ ഓരോ സ്റ്റേഷൻ കയറുന്നതിന് മുമ്പും ഞാൻ ആ കാശുരൂപത്തിൽ തൊട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പെർഫോം ചെയ്ത്. 5 സ്റ്റേഷൻ നന്നായി ചെയ്തു. 6ാമത്തെ സ്റ്റേഷൻ കയറാൻ ചെന്നപ്പോൾ കാശുരൂപം അവിടെ ഇല്ല. അത് ഈ ഓരോ റൂമിൽ കയറി ഇറങ്ങി അത് മിസ്സായിപ്പോയി. സോ എന്നാലും ഞാൻ 10 സ്റ്റേഷൻ കഴിച്ചു, കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ എക്സാം എല്ലാം കഴിഞ്ഞ് നമ്മളെ ഒരു ഹാളിൽ കൊണ്ടുവന്നിരുത്തും. ആ ഹാളിൽ കൊണ്ടുവന്നിരുത്തുമ്പോൾ എക്സാമിനർ ഈ കാശുരൂപം പിടിച്ചുകൊണ്ട് വന്നു, ഇത് ആരുടെയാണെന്ന് ചോദിച്ചു. അപ്പം നമുക്ക് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡേ ഉള്ളൂ, കാരണം അവർ ഈ സത്യസന്ധതയ്ക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതാണ്. നുണ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കണ്ടുപിടിച്ചാൽ നമ്മുടെ എക്സാം ഫെയിലാവും. പക്ഷേ എനിക്ക് കാശുരൂപം വേണം, ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല, ഞാൻ പറഞ്ഞു എൻ്റെ ആണെന്ന് പറഞ്ഞു. സോ അവരൊരു പുഞ്ചിരിയോടുകൂടി എനിക്കത് തന്നിട്ട് അവർക്ക് മനസ്സിലായി അതൊരു ഗോഡാണെന്നുള്ളത്. സോ അവരെനിക്ക് തന്നു, അത് കഴിഞ്ഞ് പോയി. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ആ എക്സാം പാസ്സായി. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ പരീക്ഷിക്കാൻ വേണ്ടി, കാരണം ഞാൻ ആ ഒരു ഇത് കഴിഞ്ഞ് ഞാൻ അവിടെ അമ്മേനെ നെഗ്ലക്റ്റ് ചെയ്തെങ്കിൽ, ഞാൻ അറിയാണ്ടതുപോലെ ഇരുന്നെങ്കിൽ 100% ഞാൻ ഫെയിലായിരിക്കും. അപ്പോൾ അത് അമ്മ എന്നെ ഒന്ന് പരീക്ഷയാണ്, 100% എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ റൂമിൽ വന്ന് നോക്കിയപ്പോഴും ഞാൻ ആ സ്റ്റിച്ച് ചെയ്ത ആ നൂല് പൊട്ടിയിട്ടില്ല. പൊട്ടിക്കഴിഞ്ഞാലേ അത് രൂപം താഴെ പോവുള്ളൂ. പൊട്ടിയിട്ടില്ല. ഞാൻ എന്നിട്ട് വൈഫിനും കാണിച്ചു കൊടുത്തു. സോ 100% ഞാൻ വിശ്വസിക്കുന്നു മാതാവ് എന്നെ പരീക്ഷിച്ചാണ് എന്ന്. അത് വേറൊരു അത്ഭുതം എന്ന് പറയുന്നത്, അതുവരെ ഭയങ്കര ടഫായിരുന്ന എക്സാം ഞാൻ എഴുതിയ ആ ബാച്ച് തൊട്ട് അവർ എന്തോ കംപ്ലൈൻ്റൊക്കെ ചെന്ന് കുറച്ചുകൂടി എക്സാം ലിബറലായിട്ട് കറക്ഷൻ ചെയ്യണം എന്നുള്ളൊരു ഓർഡർ വന്ന് 1 month ഹോൾഡ് ചെയ്തു എൻ്റെ ആ ബാച്ച് തൊട്ട്. അതുകൂടി എനിക്ക് പൂർണ്ണമായും ഉറപ്പായിരുന്നു അത് മാതാവിൻ്റെ ഒരു ഇടപെടൽ മൂലമാണെന്നുള്ളത്. സോ അതൊരു വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ ഞാൻ എന്ന് ഈ കൃപാസനത്തിൽ വന്നാലും എൻ്റെ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരിത് അത് ഈ അകത്ത് കയറുമ്പോൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് എൻ്റെ അവിടെ നിന്ന് ഗുഡ് സ്റ്റാൻഡിങ് 6 മാസമായിട്ട് ട്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുവൈറ്റിൽ നിന്ന്. സോ ഇവിടെ വന്ന് ഞാൻ ലീവിന് വരുന്നതിന് മുമ്പ് ജസ്റ്റ് അപ്ലൈ ചെയ്ത് വന്നു. ഇവിടെ വന്ന് എടുത്തു നോക്കിയപ്പോൾ, ഇവിടെ വന്ന് നമ്മൾ പ്രാർത്ഥിച്ച് മൊബൈൽ നോക്കുമ്പോൾ കാണുന്നത് അത് അപ്രൂവലായി എന്ന് പറഞ്ഞിട്ടാണ്. അതേപോലെ ഒരു പ്രാവശ്യം വന്നപ്പോഴാണ് വൈഫിന് ഇൻ്റർവ്യൂ കിട്ടിയതും. പിന്നെ ഇന്നലെ രാത്രി 7 മണിക്കാണ് ഇവിടെ വന്നത്. ഇവിടെ വന്ന്
പ്രാർത്ഥിച്ച് മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടാനുള്ള എൻ്റെ സെറ്റിൽമെൻറ്റ് മണി അതും ഇന്നലെ എനിക്ക് ക്രെഡിറ്റായി. സോ എനിക്ക് ഇവിടെ വരുമ്പോൾ എന്നും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിവേ ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് കോടാനുകോടി നന്ദി. ഈശോയ്ക്കും. ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം പറയുന്നത് ഉടമ്പടി പത്രം ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർക്കും നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർക്കും ഞങ്ങൾ പത്രങ്ങൾ കൊടുക്കുമായിരുന്നു. കൃപാസന പത്രം വീടുകളിൽ കയറി ഞങ്ങൾ കൊടുക്കുമായിരുന്നു. പിന്നെ ഹോസ്പിറ്റലുകളിൽ പോയി രോഗികളിൽ കൃപാസന പത്രം കൊടുക്കും. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും ഉടമ്പടി ധ്യാനവും സാക്ഷ്യങ്ങളും പ്രാർത്ഥനകളും എല്ലാം ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ സ്റ്റാറ്റസായിട്ടും ഫേസ്ബുക്കിലൂടെയൊക്കെയും ഞാൻ ഷെയർ ചെയ്യും. എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ അയച്ചു കൊടുക്കും, സാക്ഷ്യങ്ങളൊക്കെ അയച്ചു കൊടുക്കും. അങ്ങനെ പ്രേക്ഷിത വേല ചെയ്യുമായിരുന്നു. കാരുണ്യ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു ഓർഫനേജ് ഉണ്ട് വീടിനടുത്ത്. ഞങ്ങൾ കുടുംബമായി അവിടെ ഓർഫനേജിൽ ഞങ്ങൾ പോകും. അവിടെ കുറേ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ആരോരും ഇല്ലാത്തവർ, അവർ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ ഭയങ്കര കാര്യമാണ്. അവരുമായിട്ട് പോകും, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഞങ്ങളുടെ ആരുടെയെങ്കിലും ബർത്ത്ഡേ സെലിബ്രേഷൻസ്, ആനിവേഴ്സറി അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരുടെ കൂടെയാണ് പോയി ആഘോഷിക്കുന്നത്. അവർക്ക് മന്ത്ലി നമ്മൾ ഫുഡ് എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കും. സാമ്പത്തികമായി ഞങ്ങൾ ആരും ഞങ്ങളുടെ അടുത്ത് കൈനീട്ടി വന്നാലും ഞങ്ങൾ അവർക്ക് ഞങ്ങളെക്കാൾ കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്യും. പിന്നെ ഹോസ്പിറ്റലിൽ പൊതിച്ചോറുകൾ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് കാരുണ്യ പ്രവൃത്തി ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മോളുടെ സ്കൂളിൽ മോളാണെന്നുണ്ടെങ്കിൽ കൃപാസന പത്രം അവൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു. അവളുടെ ക്ലാസ്സിൽ അവളുടെ ഫ്രണ്ട്സിന് കൊടുക്കും. പിന്നെ അവളുടെ ഫ്രണ്ട്സ് അവൾ പറയാറുണ്ട്, ഫ്രണ്ട്സ് പഠിക്കാൻ ബാക്കിലായിട്ടുള്ളവരും പഠിക്കാൻ മനസ്സിലാവുന്നില്ല, അങ്ങനെയൊക്കെ അവളോട് വിഷമങ്ങൾ പറയുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഫാമിലി ആയിട്ടുള്ള ഇഷ്യൂസ് അവളുടെ ചില ഫ്രണ്ട്സുകൾ സംസാരിക്കുമ്പോൾ അവൾ മാതാവിനെ ഈശോയെയും പറ്റി അവൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവളുടെ കഴിയുന്ന പോലെ അവൾ പ്രേക്ഷിത വേല ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ന്യൂസിലാൻഡിലായിരുന്ന സമയത്ത് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് 2 വട്ടം സുഗന്ധ അഭിഷേകം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നീലത്തിരിയിൽ നിന്ന് ഞങ്ങൾക്ക് മാതാവിൻ്റെ 2 പ്രാവശ്യമായിട്ട് ഞങ്ങൾക്ക് മാതാവിൻ്റെ രൂപം കിട്ടി. പിന്നെ ഞങ്ങൾക്ക് കുവൈറ്റിൽ വെച്ചും നാട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് നീലത്തിരിയിൽ നിന്നാണ് കിട്ടാറുള്ളത്. അത് ഉരുകി വീഴുന്നത് 2 പ്രാവശ്യവും ഞങ്ങൾക്ക് വലിയൊരു ഹാർട്ട്, മാതാവിൻ്റെ ഈശോയുടെ ഹൃദയം ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ, ചെറുതും വലുതുമായ കുറേ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു. ഞങ്ങളെന്നും അമ്മയോടും ഈശോയോടും ചേർന്നിരിക്കും. അമ്മയുടെയും ഈശോയപ്പായുടെയും പ്രേക്ഷിത വേല ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് ഈശോയും മാതാവും ഞങ്ങൾക്ക് ഇടയാക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ അമ്മയെ വിളിച്ച് ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ, നമ്മൾ മാനുഷികമായി ഒത്തിരി തെറ്റ് ചെയ്യുന്നവരാണ്, നമ്മൾ മനുഷ്യരാണ്. പക്ഷെ നമ്മുടെ തെറ്റുകളിൽ നമ്മൾ അനുദപിച്ച്, എന്നും നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ അനുദപിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഈശോയുടെയും സന്നിധിയിൽ നമ്മൾ കരഞ്ഞു പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും കൈവിടത്തില്ല. അത് ഞങ്ങളുടെ ജീവിത അനുഭവമാണ്. ഇത്രയും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സേറ, ഞാൻ 7th ഗ്രേഡിലാണ് പഠിക്കുന്നത്. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ വന്നതെന്ന് വെച്ചാൽ, എൻ്റെ ലൈഫിൽ മാതാവ് ഈശോയും വന്നത്, പിന്നെ എനിക്ക് വന്ന വലിയ ചേഞ്ചസാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ കുവൈറ്റിലായിരുന്നപ്പോൾ എനിക്ക് പള്ളിയിൽ പോകുന്ന കേട്ടാലേ എനിക്ക് പോകാൻ ഭയങ്കര മടിയാണ്. സൺഡേ സ്കൂളിൽ പോകാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ബൈബിളൊക്കെ ഞാൻ വളരെ കുറവായിരുന്നു റീഡ് ചെയ്യുന്നത്. ഞാൻ പിന്നെ നവംബറിൽ അച്ഛൻ കുവൈറ്റിൽ 7, 8, 9 ആ ഡേറ്റ്സിൽ വന്നപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു, സാറ അച്ഛൻ വരുന്നുണ്ട്, നിൻ്റെ ബർത്ത്ഡേൻ്റെ അന്നൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്നിട്ട് മമ്മി, ഞാനും എല്ലാവരും, പപ്പ എല്ലാവരും കൂടെ ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനെ പോയി കണ്ടു. അച്ഛൻ എനിക്ക് ബ്ലെസ്സിങ്സ് തന്നു എൻ്റെ ബർത്ത്ഡേക്ക് വിഷായിട്ട്. ഞാനന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അന്നേരം മമ്മി പറഞ്ഞു, സാറ നിനക്ക് മാതാവ് ബ്ലെസ്സിങ് തന്നെ, അത് നീ എപ്പോഴും ഓർത്ത് നീ ഒരു ബെറ്റർ പേഴ്സൺ ആവണമെന്ന് മമ്മി എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ വന്ന് പിന്നെ മമ്മിയും പപ്പയും പോയപ്പോൾ എനിക്ക് കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. ഇവനും ഞാനും എൻ്റെ ഗ്രാൻഡ് പാരൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറേ ഡിഫിക്കൽട്ടീസ് വന്നപ്പോൾ വീട്ടിൽ കുറേ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ പപ്പയോടും മമ്മിയോടൊന്നും പറയാറില്ല ഇത്, ബിക്കോസ് അവർ ആർഗ്യൂ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഹാർഡാണ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ എനിക്കിത് മാതാവിനോട് മാത്രമേ ഇതൊക്കെ എനിക്ക് പറയാൻ പറ്റിയിട്ടുള്ളൂ.
അത് പിന്നെ കഴിഞ്ഞിട്ട് 2024 ഭയങ്കര ഒരു ഹാർഡ് ഇയർ ആയിരുന്നു എനിക്ക്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മമ്മിയും പപ്പയും വന്നപ്പോൾ ഈ ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ മേലെ തന്നെ കുറേ ചേഞ്ചസ് വന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ബൈബിൾ വായിക്കില്ലായിരുന്നു. എനിക്ക് പള്ളിയിൽ പോകാനൊന്നും പറ്റില്ലാത്ത എനിക്ക് തന്നെ അറിയില്ല, ഞാൻ തന്നെ ചേഞ്ച് ആവണ്ടായിരുന്നു. എനിക്ക് കുറേ പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. അവർ തന്നെ ഞങ്ങൾ പിന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കി, ഞങ്ങൾ ക്രിസ്ത്യൻ ഗ്രൂപ്പ് ഉണ്ടാക്കി. അങ്ങനെ കുറേ പേര് എനിക്ക് അറിയാൻ പറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുറച്ച് മാസം മുന്നേ കുറേ പേര് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, സാറാ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, എനിക്കറിയില്ല ഇവരൊന്നും, എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, നീ എന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്യുമോ? എനിക്ക് തന്നെ അറിയില്ല. ഞാൻ അവരോട് തന്നെ മാധവനും ഈശോനും കുറേ കാര്യം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയായി. അവരെന്നെ കുറേ കോംപ്ലിമെൻറ്റ് ചെയ്തു. എനിക്കതൊക്കെ ഭയങ്കര കംഫർട്ടിങ് ആയി. പിന്നെ ഈ ഇയറിൽ ഞാൻ കുറേ കാര്യം പഠിച്ചു. കഴിഞ്ഞ വർഷമൊന്നും എനിക്ക് ദൈവത്തിനെ പറ്റി അധികം ഒന്നും അറിയില്ലെന്നു. ഞാൻ ഈ പ്രാവശ്യം എങ്ങനെ ഗോഡിൻ്റെ കുറേ റൂൾസ് പഠിച്ചു, എങ്ങനെ ഒബൈ ചെയ്യണം, എങ്ങനെ ഫൊർഗീവ് ചെയ്യണം എന്നൊക്കെ ഞാൻ കുറേ നല്ല കാര്യങ്ങൾ പഠിച്ചു. എനിക്ക് കഴിഞ്ഞ 2024 വന്ന കുറേ ഡിഫിക്കൽട്ടീസൊക്കെ ഞാൻ ഈ ഇയറിൽ മനസ്സിലാക്കിയത്. മേ ബി ഇത്രയും ഭയങ്കര പാടായിട്ടോ വന്ന എല്ലാ പ്രോബ്ലംക്കും ഞാനാണെങ്കിൽ ഭയങ്കര മെൻ്റലി സ്ട്രോങ് ആയി. ഞാനിപ്പോൾ എനിക്കിപ്പോൾ ആര് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. ഞാനാണെങ്കിൽ എപ്പോൾ പോയാലും എനിക്ക് ഭയങ്കര ബ്രേവ് ആൻഡ് കോൺഫിഡൻ്റ് ആണ്. ഞാൻ ഇനി മേ ബി കഴിഞ്ഞ വർഷം ഇത്രയും വന്ന പ്രോബ്ലംസൊക്കെ ഞാൻ ഇനി ഓസ്ട്രേലിയയിൽ പോകുമ്പോൾ എനിക്ക് ഇതിനേക്കാളും വേഴ്സ് വരാനായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി എനിക്ക് മാധവ് ഈശോനെ എനിക്ക് മെൻ്റലി സ്ട്രോങ് ആക്കി വിടാനായിരുന്നു എന്ന് എനിക്ക് അറിയാം. ഇപ്പോൾ ഞാൻ സ്കൂളിൽ പത്രം കൊടുക്കും. ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ഇങ്ങനെ കുറേ പേര് കൃപാസനത്തെ പറ്റി പറയാറുണ്ട്. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഞാൻ മാധവൻ ഈശോന് ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് താങ്ക്സ്.